بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد وعلى آله وأصحاب سيدنا مولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن تكفروا فإن الله غني عنكم ولا يرضى لعباده الكفر وإن تشكروا يرضى لكم ولا تزر وازرة وزر أخرى ثم إلى ربكم مرجع فينبئكم بما كنتم تعملون إنه عليم بذات الصدور صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قررنا من الشاهدين الشاكرين والحمد لله رب العالمين يا خير من في الطاعية فطاب من طيبهن القاع ولكم نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സർവാദരണീയരായ ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പരിശുദ്ധ റജബിൽ നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിച്ച് വിശുദ്ധ ദീനിന് വഴികാട്ടിയായി പ്രവർത്തിച്ച് ഒരുപാട് കറാമത്തുകളുടെ ഉടമയായ ഹസ്രത്ത് സയ്യിദ് ബാബ ഫഖ്റുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കപ്പെട്ട സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സ്ഥലത്തേക്ക് നമ്മെ എല്ലാവരെയും എത്തിച്ചത് ആ മഹാനുഭാവൻ
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിതം നയിച്ചപ്പോൾ ഈ പ്രദേശത്ത് വന്നിരുന്നു എന്നതുകൊണ്ട് ഈ സ്ഥലത്തിന് അള്ളാഹു വലിയ ബഹുമാനം നൽകി. മഹാന്മാർ ഇരുന്ന സ്ഥലങ്ങൾ, അവർ താമസിച്ച നാടുകൾ, അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമികൾ, വിശുദ്ധ ഇസ്ലാം അതിന് വലിയ ബഹുമാനം കൽപ്പിക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് ആ ബഹുമാനം സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. ഈമാനുള്ളവരാണെങ്കിൽ ആ സ്ഥലങ്ങളുടെ ബഹുമാനങ്ങളൊക്കെ സ്വീകരിക്കേണ്ടി വരും. ഈമാനില്ലാത്തവർക്ക് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയാണ്, എല്ലാ വ്യക്തികളും ഒരുപോലെയാണ്, എല്ലാ സമയങ്ങളും ഒരുപോലെയാണ്, എല്ലാ വസ്തുക്കളും ഒരുപോലെയാണ്. ഈമാനില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ. എല്ലാവരും ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളല്ലേ, എല്ലാവരും ഒരുപോലെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലെയായിട്ടല്ല പഠിപ്പിച്ചത്. നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ തിൽക്കർ റുസുലു എന്ന ഒരു ജുസ്ഇന്റെ പേര് നമ്മളൊക്കെ പറയാറുണ്ട്. തിൽക്കർ റുസുൽ മൂന്നാമത്തെ ജുസ്ആണ്. ആ ഒരൊറ്റ ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹ്. മുർസലുകൾ 313 മുർസലുകൾ എല്ലാവരും ഒരുപോലെയല്ല. ഫളൽനാ ബഅദഹും അലാ ബഅദ്, ചിലർക്ക് ചിലരേക്കാൾ നാം മഹത്വം നൽകിയിട്ടുണ്ട്. ആ മഹത്വം നൽകിയവരിൽ വലിയ സ്റ്റേജുള്ള ആളുകളാണ് മിൻഹും മൻ കല്ലമല്ലാഹ്, അല്ലാഹുവിനോട് സംവദിച്ച മഹാന്മാർ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള, അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള മഹാന്മാർ, അവർക്ക് മുർസലുകളിൽ വലിയ ബഹുമാനം ഉണ്ട്. അമ്പിയാക്കളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ മുർസലുകളാണ്. മുർസലുകളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ ഉലുൽ അസ്ം എന്നറിയപ്പെടുന്ന 5 മഹാന്മാരാണ്. ആ മഹാന്മാരിൽ വലിയ മഹത്വമുള്ള, എല്ലാ അർത്ഥത്തിലും മഹത്വം പൂർണ്ണമായി അല്ലാഹു നൽകിയ വലിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ അതിൽപ്പെട്ട മഹാന്മാരാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം, സയ്യിദുന നൂഹ് അലൈഹിസ്സലാം, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, സയ്യിദുന മൂസ അലൈഹിസ്സലാം, സയ്യിദുന ഈസ അലൈഹിസ്സലാം. അവർക്കുള്ള ബഹുമാനം പോലെയല്ല ബാക്കിയുള്ള മുർസലുകൾക്കുള്ള ബഹുമാനം. ആ മുർസലുകളുടെ ബഹുമാനമല്ല അംബിയാഇനുള്ള ബഹുമാനം. മുർസലുകൾക്ക് വലിയ ബഹുമാനമുണ്ട്. അപ്പൊ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ളവർ ഈ 5 മഹാന്മാരാണ്. അവരെ പേരാണ് ഉലുൽ അസ്ം. നമ്മൾ ആരും ഇട്ട പേരല്ല, അല്ലാഹു അവരെ വിളിച്ച പേരെങ്ങനെയാണ്? ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു കൽപ്പിച്ചു, നബിയേ, ഉലുൽ അസ്ം ക്ഷമിച്ചതുപോലെ തങ്ങൾ ക്ഷമിക്കണം. ലോകത്തെ ഏറ്റവും വലിയ ക്ഷമ പാലിച്ച മഹാന്മാർ ഈ 5 മഹാന്മാരാണ്. ചെറിയ ക്ഷമയൊന്നുമല്ല അവർ ക്ഷമിച്ചത്. അവരെ ക്ഷമയുടെ ചെറിയൊരു നാമ്പ് പോലും നമ്മൾ ക്ഷമിച്ചിട്ടില്ല. അവർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. അതിനാണ് സബർ എന്ന് പറയുന്നത്. ചെറിയ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ ചെറിയൊരു സഹനം പാലിക്കുന്നതൊന്നുമല്ല സബർ. സഹിക്കാൻ കഴിയാത്ത അത്രയും വലിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ മനസ്സ് തുറന്ന് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. ആരും കരയുന്ന, ആരും സാന്ത്വനിപ്പിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുന്ന സബർ. അല്ലാഹുവാണ് എനിക്ക് ഈ വിഷയം ഇങ്ങനെ ഖളാ ആക്കിയത്, ഞാൻ അതിൽ പൂർണ്ണമായും അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവനാണ്. അല്ലാഹു എനിക്ക് ഖളാ ആക്കിയ, കണക്കാക്കി ഈ വിഷയത്തിൽ എനിക്കൊരു പൊരുത്തക്കേടുമില്ല. നിങ്ങൾ നോക്ക്, നമുക്കെവിടെ ക്ഷമ? വേറെ ആർക്കെങ്കിലും അല്ലാഹു എന്തെങ്കിലും പുരോഗതി കൊടുത്താൽ അതിൽ പോലും ക്ഷമിക്കാൻ കഴിയാത്തവരാ നമ്മൾ, അല്ലേ? ഒരാൾക്ക് അല്ലാഹു എന്തെങ്കിലും ഉയർച്ച കൊടുത്തു, ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ, അപ്പൊ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചൊറിയാണ്, എന്താ അയാൾക്ക് അങ്ങനെ കിട്ടാൻ, അത്ര വലിയ സ്ഥാനം കൊടുക്കാൻ? അല്ലാഹു അല്ലേ കൊടുത്തു.
നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ പോലെ. നമുക്ക് തരാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹുവല്ലേ അയാൾക്ക് കൊടുത്തത്, അയാളെ വലിയ ഒരു കോടീശ്വരനാക്കി. നമ്മളെന്താ ചെയ്യാ? അൽഹംദുലില്ലാ. സമൂഹത്തിൽ ഒരുപാട് ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള വകുപ്പ് അയാൾക്ക് അല്ലാഹു കൊടുത്തില്ലേ? കൊടുത്തവൻ അല്ലാഹുവല്ലേ. നമുക്കതിൽ യാതൊരു കുറവും തോന്നാൻ പാടില്ല. നമ്മളെ കൂടെ പഠിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അല്ലാഹു വലിയ ആലിമാക്കി നോക്കിക്കും. അപ്പൊ നമ്മൾ പറയും നമ്മളെ കൂടെ മദ്രസ പഠിച്ച ആളാണ്, അതുകൊണ്ട് അയാൾക്ക് അല്ലാഹു ഇൽമു നൽകി ആദരിച്ചു. അൽഹംദുലില്ലാ, നമ്മൾ അതിൽ സന്തോഷിക്കുക, അല്ലാഹുവിന് ശുക്ർ ചെയ്യുക. അവിടെ തിരുത്താനോ അല്ലെങ്കിൽ അത് കുറവാക്കുന്ന ഒരു മനസ്ഥിതിയോ നമുക്കുണ്ടായാൽ നമ്മൾ ആ വിഷയം അംഗീകരിച്ചില്ല എന്നാണ് അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഒരുപോലെയല്ല, വ്യത്യസ്തരാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെയാണെന്നുള്ള കാഴ്ചപ്പാട് അത് ഈമാനിന്റെ കുറവാണ്. എല്ലാവരും ഒരുപോലെയല്ല, എല്ലാ നാടുകളും ഒരുപോലെയല്ല. നമ്മുടെ നാടും പരിശുദ്ധമായ മക്കയും ഒരുപോലെയാണോ? അല്ല. ഇപ്പൊ നിങ്ങൾക്ക് ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ എവിടെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം കിട്ടിയെന്ന് കൂട്ടിക്കൊള്ളു. ഒരു ഉദാഹരണം പറയാം. ആ സ്വർണ്ണാഭരണം നിങ്ങൾക്ക് ഒരു 2 വർഷം ജനങ്ങളുടെ ഇടയിലേക്ക് പബ്ലിസിറ്റി ചെയ്ത് ആളുകൾ അറിയുന്ന എല്ലാ ഗ്രൂപ്പിലും മറ്റൊക്കെ മെസ്സേജ് അയച്ച് ജനങ്ങൾ തിങ്ങിക്കൂടുന്നിടത്തൊക്കെ പരസ്യം കൊടുത്ത്, പത്രത്തിലും മറ്റൊക്കെ പരസ്യം ഇടക്കിടക്ക് കൊടുത്ത് തുടരെയായ 2 വർഷം അങ്ങനെ പരസ്യപ്പെടുത്തിയിട്ട് ആരും വന്നില്ല. എന്നാ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. പിന്നെ ആള് വരുമ്പോ തെളിവ് സഹിതം വരുമ്പോ കൊടുക്കണമെന്ന് മാത്രം. പക്ഷേ വിശുദ്ധമായ ഹറമിൽ നിന്ന് അതേപോലെ ഒരു സ്വർണ്ണാഭരണം നിങ്ങൾക്ക് കിട്ടിയാൽ എത്ര വർഷം കഴിഞ്ഞാലും നൂറ്റാണ്ട് കഴിഞ്ഞാലും അത് ഉടമപ്പെടുത്താൻ പറ്റില്ല. അതാ നാടിന് അല്ലാഹു നൽകിയ ബഹുമാനമാണ്. ആ നാട്ടിൽ നിന്ന് എന്ത് നിങ്ങൾ പെറുക്കിയെടുക്കുന്നോ പരസ്യപ്പെടുത്താൻ വേണ്ടിയല്ലാതെ ഉടമപ്പെടുത്താൻ പറ്റൂല. അവിടെയുള്ള പുല്ല് പറിക്കുന്നതും ഇവിടെയുള്ള പുല്ല് പറിക്കുന്നതും വ്യത്യാസമുണ്ട്. വിശുദ്ധമായ ഹറമിൽ നിശ്ചിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കി കൊടുത്തതല്ലാതെ ഒരു പുല്ലും പറിക്കാൻ പാടില്ല. നമ്മളെ നാട്ടിലോ ഒരു പുല്ല് മുളച്ചൊന്ന് പറിച്ചാൽ എന്തെങ്കിലും കേടുണ്ടോ? അതവിടെ വൃത്തിയാക്കാനാണെന്ന് നമ്മൾ പറയും. ഹറം എന്ന് പറയുന്ന പരിധിയിൽപ്പെട്ട സ്ഥലത്ത് ഒരു മരം ആവശ്യമില്ലാതെ മുറിക്കാൻ പാടില്ല. ആവശ്യം ഓരോരുത്തർക്കും തോന്നുന്ന ആവശ്യമല്ല, അല്ലാഹു അനുവദിച്ച ആവശ്യങ്ങളുണ്ട്. അതിനല്ലാതെ മറ്റൊന്നിനും മുറിക്കാൻ പാടില്ല. പുല്ല് പറിക്കുന്നത് പോലും വിലക്കേർപ്പെടുത്തപ്പെട്ട ബഹുമാനമുള്ള സ്ഥലമാണത്. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1 മിനിറ്റ് ഇത്തികാഫിരുന്നാൽ ഒരൊറ്റ പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലിയാൽ 1 പ്രാവശ്യം ഒന്ന് വിശുദ്ധമായ കഅബയിലേക്കൊന്ന് നോക്കിയാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം നമ്മുടെ നാട്ടിൽ എവിടെ കിട്ടാനാണ്? ഏത് പള്ളിയിൽ ലഭിക്കാനാണ്? ഏത് മഖ്ബറയിൽ കിട്ടാനാണ്? ഏത് ദിക്റിന്റെ മജ്ലിസിൽ ലഭിക്കാനാണ്? ഒരൊറ്റ സ്ഥലത്തും അല്ലാഹു നൽകിയിട്ടില്ല. ഏറ്റവും വലിയ ബഹുമാനമല്ലേ ആ നാടിന് അല്ലാഹു നൽകിയത്? എന്താണ് ആ നാടിന് അത്രയും വലിയ ബഹുമാനം നൽകാനുള്ള കാരണം? ഖുർആനിലൂടെ അല്ലാഹു തആല തന്നെ പഠിപ്പിച്ചു, ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഈ നാടിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, പരിശുദ്ധമായ മക്കയെ കൊണ്ട്. എങ്ങനെ സത്യം ചെയ്യാതിരിക്കും നബിയെ? വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഈ നാട്ടിലല്ലേ അങ്ങ് പിറക്കുന്നത്? ഈ നാട്ടിലല്ലേ അങ്ങ് വന്ന് താമസിക്കുന്നത്? ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം തങ്ങൾ താമസിച്ചതും വിശുദ്ധമായ മക്കയിലാണ്. നുബുവത്തിന്റെ വർഷങ്ങളിൽ കൂടുതലും ചെലവഴിച്ചത് വിശുദ്ധമായ മക്കയിലാണ്.
പ്രബോധന മേഖലയിൽ കൂടുതലും ചെലവഴിച്ചത് വിശുദ്ധമായ മക്കയിലാണ്. ആ മക്കയിൽ വലിയ ബഹുമാനം അല്ലാഹു നൽകാനുള്ള കാരണവും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പിറക്കുന്നു എന്നതാണെന്ന്, തങ്ങൾ അവിടെ വന്ന് താമസിക്കുന്നു എന്നതാണെന്ന് ഖുർആനിലൂടെ സത്യം ചെയ്ത് അല്ലാഹു നമ്മെ പഠിപ്പിക്കുമ്പോ ആ നാടിനുള്ള മഹത്വം മറ്റേത് മഹാന്മാരും ജനിച്ച നാടുകളെ പോലെയല്ല. അതിനൊന്നും മഹത്വം ഇല്ലെന്നല്ല പറഞ്ഞത്. അപ്പൊ എല്ലാ നാടുകളും ഒരുപോലെയല്ല, എല്ലാ സ്ഥലങ്ങളും ഒരുപോലെയല്ല. മഹാരഥന്മാര് താമസിച്ച സ്ഥലം, അവര് ഇരുന്ന സ്ഥലം, അതിന് വലിയ ബഹുമാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ മാസത്തിലല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ നടത്തിയത്. ഇസ്റാഇന് വേണ്ടി മക്കയിൽ നിന്ന് വാഹനത്തിൽ തങ്ങൾ പുറപ്പെടുമ്പോ കുറച്ചങ്ങ് വാഹനം നീങ്ങിയപ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞില്ലേ, ഇൻസിൽ, ഒന്നിറങ്ങണം നബിയേ, ഫസല്ലി ഹാഹുനാ റകഅതൈൻ, ഇവിടെ ഇറങ്ങിയിട്ടൊരു 2 റക്അത്ത് നിസ്കരിക്കണം. ആദ്യം നിസ്കരിച്ച് വാഹനത്തിലേക്ക് കയറുമ്പോ തങ്ങൾ ചോദിച്ചു, ഇതേതാണ് നാട്? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹാദിഹി ത്വയ്ബ, ഇത് ത്വയ്ബയാണ്, ത്വബയാണ്, മദീനയാണ്. അങ്ങേക്ക് ഹിജറ വന്ന് താമസിക്കാനുള്ള ഇടമാണിത്. തങ്ങളപ്പോൾ മദീനയിൽ എത്തിയിട്ടില്ല. മദീനയിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ഒന്ന് നിസ്കരിച്ച് ആ നാടിനെ തങ്ങളൊന്ന് അലങ്കരിക്കുകയാണ്. ആ വിശുദ്ധമായ മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാഇന് പോകുമ്പോ ആദ്യം ഇറങ്ങി ഒന്ന് നിസ്കാരം നടത്തിയത്. കുറച്ചുകൂടി വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോ വീണ്ടും നിർദ്ദേശം വരുന്നു, ഇൻസിൽ ഹാഹുനാ ഫസല്ലി റകഅതൈൻ, ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം നബിയേ. നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, ഇതെവിടെയാണ് പ്രദേശം? ഞാൻ നിസ്കരിച്ചത് എവിടെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുന്നു, തങ്ങൾ ഈ നിസ്കരിച്ചത് മദിയൻ എന്ന പ്രദേശത്താണ്. എന്താണ് ഈ പ്രദേശത്തിനുള്ള ബഹുമാനം? നബിമാരിൽ വലിയ കാരണവരായിരുന്ന ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം, അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ്. അവര് കിടക്കുന്നത് മദിയനിലാണ്. അവരുടെ മഖ്ബറ കൊണ്ടും അവരുടെ കാൽപാദം കൊണ്ടും അവരുടെ ദഅവത്ത് കൊണ്ടും അനുഗ്രഹീതമായ നാടിന് വലിയ ബറക്കത്തുണ്ട്. ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കുന്നു. പിന്നെയും വാഹനം മുന്നോട്ട് പോകുമ്പോ മൂന്നാമതായി പറയുന്നു, ഇൻസിൽ ഫസല്ലി റകഅതൈൻ, ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം നബിയേ. മസ്ജിദുൽ അഖ്സയിൽ എത്തുന്നതിന്റെ മുമ്പ് യാത്രക്കിടയിൽ ബറക്കത്തുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങി ബറക്കത്തെടുക്കണം. ഗൾഫിലേക്ക് പോകുന്ന സഹോദരങ്ങളോട്, ദീർഘദൂര യാത്ര നടത്തുന്നവരോട്, യാത്രക്കിടയിൽ വലിയ വലിയ മസാറുകൾ കാണുമ്പോൾ ഒന്ന് സലാം പറയാൻ മറന്നുകൂടാ. കഴിയുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് ആ പരിസരത്തുള്ള പള്ളിയിൽ ഒന്ന് 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ കിടക്കുന്ന മഹാനോടൊരു സലാം പറയണം. അത് വലിയൊരു പുണ്യകർമ്മമാണ്. ഡയറക്റ്റായി മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകാൻ ബുറാഖിന് വഴിയറിയാത്തത് കൊണ്ടല്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് വഴി കാണിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ യാത്ര ചെയ്യേണ്ടത് അങ്ങനെയല്ലല്ലോ. ഇടക്ക് ബഹുമാനമുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങളെ ഒന്ന് പരിഗണിക്കണം, അവയെ ഒന്ന് ബഹുമാനിക്കണം. ആ ബഹുമാനം കൊണ്ട് അല്ലാഹുവിനോട് ബഹുമാനം ചോദിക്കണം. ആ സ്ഥലത്തൊന്ന് ഇറങ്ങിയിട്ട് ബറക്കത്തെടുക്കണം. മൂന്നാമത്തെ സ്ഥലത്ത് പറയുന്നു, ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഏതാണ് ജിബ്രീൽ അലൈഹിസ്സലാം? ഈ സ്ഥലം ഏതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, സ്വല്ലൈത ബിതൂരി സീനാ, തങ്ങൾ നിസ്കരിച്ചത് തൂരി സീന പർവ്വതത്തിലാണ്. എന്താണ് ആ പർവ്വതത്തിനുള്ള ബഹുമാനം? വലിയ ബഹുമാനമല്ലേ ആ പർവ്വതത്തിനുള്ളത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം
അള്ളാഹുവിനോട് സംവദിക്കാൻ വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്ത സ്ഥലമാണ് തൂർ സീന. അള്ളാഹ്ക്കുള്ള സ്ഥലമല്ല, മൂസാ നബിക്ക് നിൽക്കാനുള്ള സ്ഥലം. അല്ലാഹു തആല നിൽക്കാൻ തൂർ സീനയെ സെലക്ട് ചെയ്ത് അല്ലാഹു തആലക്ക് സ്ഥലമല്ല. ഉണ്ടോ? അല്ലാഹു തആല തൂർ സീനയ്ക്ക് മാത്രം എന്നിട്ട് സംസാരിക്കുള്ളൂ. അല്ലാഹു തആലക്ക് നിൽക്കാനല്ല, അള്ളാഹുവിന്റെ കലാമ് കേൾക്കുന്നതിന് മൂസാ നബി അലൈഹിസ്സലാമിന് നിൽക്കാൻ. ആ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ തൂർ സീനയിലേക്ക് വിളിച്ചു വരുത്തുമ്പോ അതിന്റെ തൊട്ടടുത്തെത്തിയ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. മൂസാ നബിയെ, നിങ്ങൾ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ്. അതുകൊണ്ട് ഫഖ്ലഅന അലൈക്, ചെരുപ്പഴിച്ചു വെക്കണം. ചെരുപ്പിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റൂല, ചെരുപ്പഴിച്ചു വെക്കണം. ഇന്ന് നമ്മൾ തൂർ സീന കാണാൻ വേണ്ടി പോകുമ്പോ അവിടെയുണ്ട് അതേ ആയത്ത് എഴുതി വെച്ചിട്ടുള്ളത്, ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. ചെരുപ്പഴിച്ച് മേലോട്ട് കയറണം. ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല. അവിടെ പള്ളി ഉണ്ടാ? പള്ളി കാണുന്നില്ല, പക്ഷെ ചരിത്രത്തിൽ ഹദീസിൽ അവിടെ ഒരു പള്ളി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ പോയി കാണുമ്പോഴുള്ള പള്ളി ചർച്ച. ഇപ്പൊ നിലവിലുള്ളത് അങ്ങനെ, പക്ഷെ ഹദീസിൽ അവിടെ പറ്റിയ ഒരു പള്ളിയെ പറ്റി പറയുന്നുണ്ട്. മസീഹുദ് ദജ്ജാല് വരുമ്പോ 4 പള്ളിയിലേക്കും അതിന്റെ പരിസരത്തിലേക്കും അവന്റെ കാലുകുത്തുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോ, ഒന്ന് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, അതിന്റെ പരിസരം ഹറം. മറ്റൊന്ന് മസ്ജിദുൽ നബവി, മസ്ജിദുൽ മദീന, അതിന്റെ പരിസരം ഹറം. മൂന്നാമത്തത് ബൈത്തുൽ മഖ്ദിസ്, അതിന്റെ പരിസരവും. നാലാമത്തത് മസ്ജിദ് തൂർ സീന എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. തൂർ സീന പള്ളി. ഒരു പക്ഷേ ഇനി കാലങ്ങളെ കൊണ്ട് പള്ളി വരുമായിരിക്കും. ഏതായാലും അങ്ങനെ ഒരു പള്ളിയും ആ പള്ളിയിൽ മുഅ്മിനീങ്ങൾ അന്ന് താമസിക്കുന്നുണ്ട്. ദജ്ജാൽ പ്രവേശിക്കാത്ത 4 സ്ഥലങ്ങൾ അതേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും. അതിൽ ആ പറഞ്ഞ 4-ൽ 1 നമ്മുടെ നാട്ടിലില്ല, ഇന്ത്യയിലില്ല. ഉണ്ടോ? അപ്പറഞ്ഞ 4-ൽ 1 നമ്മുടെ നാട്ടിലില്ലല്ലോ. അതൊക്കെ ആ പരിശുദ്ധമായ സ്ഥലത്തല്ലേ ഉള്ളത്. എന്താ ദജ്ജാലിന് അങ്ങോട്ട് മാത്രം പ്രവേശനത്തിനൊരു വിലക്ക് ഏർപ്പെടുത്തപ്പെട്ടത്? അല്ലാഹു തആല അവിടെ മലക്കുകളെ കൊണ്ട് പ്രത്യേക കാവൽ നൽകിയിരിക്കുകയാണ്. മദീനയിലേക്ക് കടക്കാൻ വേണ്ടി, ബൈത്തുൽ മഖ്ദിസിലേക്ക് കടക്കാൻ വേണ്ടി ഒരു പഴുതൊക്കെ അവൻ ഇങ്ങനെ നോക്കും. പക്ഷേ ചുറ്റും നിൽക്കുന്നത് മലക്കുകളാണ്. വലിയ സംഖ്യ മലക്കുകൾ, സൈന്യം മലക്കുകൾ ചുറ്റും നിന്ന് കാവൽ നൽകുന്നു. ഒരൊറ്റ പഴുത് വിടാതെയാണ് അവർ സൊഫായി നിൽക്കുന്നത്. അതുകൊണ്ട് കയറാൻ പറ്റൂല, ഒരു വഴിയും കാണൂല. അങ്ങനെ അവസാനം നട്ടം തിരിയുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം അവനെ വകവരുത്തുന്നത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അപ്പൊ തൂർ സീന പർവ്വതം വലിയ ബഹുമാനമുള്ള പർവ്വതമാണ്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് സംസാരിച്ചില്ലേ അവിടെ വെച്ച്? മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കലാമ് കേട്ടില്ലേ? അള്ളാഹുവുമായി മുനാജാത്ത് നടത്തിയില്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകിയില്ലേ? അവിടുന്ന് ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിക്കൂ നബിയേ. ഇന്ന് സഹോദരങ്ങളെ, തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ നടത്തുന്ന സമയത്ത് തൂർ സീന പർവ്വതത്തിന്റെ മുകളിൽ എന്താണുള്ളത്? കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം അവരുടെ അനുഗ്രഹീതമായ പാദം കൊണ്ട് പുണ്യമായ ഭൂമിയല്ലേ, ആ ഭൂമിയിലല്ലേ ഇറങ്ങാൻ പറഞ്ഞത്? അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോ 4-മത്തൊരു പോയിന്റിൽ കൂടി ഇറങ്ങി നിസ്കരിക്കാൻ പറഞ്ഞു. അവിടെ ഇറങ്ങി നിസ്കരിച്ചപ്പോൾ ആ സ്ഥലത്തെ പറ്റി പറഞ്ഞു കൊടുത്തു. ബെത്ലഹേമിലാ തങ്ങൾ നിസ്കരിച്ചത്. എന്താണ് ബെത്ലഹേമിന്റെ പ്രത്യേകത? അത് മൗലിദു ഈസാ അലൈഹിസ്സലാം.
ബെത്ലഹേം എന്ന് പറയുന്ന കുന്നിൻ മുകളിലാണ് ഈസാ നബി അലൈഹിസ്സലാം പിറന്നു വീണത്. ആ പിറന്നു വീണ സ്ഥലം അടയാളപ്പെടുത്തി പ്രത്യേകം വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പ്രാർത്ഥന നടത്തുന്നത് ക്രൈസ്തവരാണെന്ന് മാത്രം. അവരെ പള്ളിയാണ് അവിടെയുള്ളത്. ആ സ്ഥലം അടയാളപ്പെടുത്തിയത് ഇന്നും പോയി നോക്കുന്ന ആളുകൾക്ക് കാണാം. ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണെന്ന് അവർ നമുക്ക് കാണിച്ചു തരും. പ്രത്യേകം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഈ 4 സ്ഥലത്തും നിസ്കരിച്ചിട്ടാണ് ബൈത്തുൽ മഖ്ദിസിൽ പോയി ലാൻഡ് ചെയ്യുന്നത്. എന്താ നമുക്ക് പഠിക്കാനുള്ള പാഠം? മഹാന്മാര് എവിടെ ഇരുന്നോ, അവര് ജനിച്ചോ, അവര് സഞ്ചരിച്ചോ, അവര് താമസിച്ചോ, ആ പ്രതലങ്ങൾക്ക് പരിശുദ്ധിയുണ്ട്, വലിയ ബഹുമാനമുണ്ട്. ആ ഒരു ബഹുമാനമാണ് നമ്മുടെ ഈ പ്രദേശത്തുമുള്ളത്. ഇവിടെ വന്നിട്ടുള്ള നമുക്കെല്ലാവർക്കും, വരുന്ന എല്ലാ ആളുകൾക്കും, വന്ന് സന്ദർശിച്ചു പോകുന്നവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇവിടെ താമസിച്ചിരുന്ന ബഹുമാനപ്പെട്ട ബാബാ ഫഖ്റുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിവിടെ വന്ന് താമസിച്ചു എന്നുള്ളതിന്റെ ബർക്കത്ത്. നമുക്ക് പലർക്കും അവരെ മക്ബർ ഇവിടെ ഉണ്ടായില്ല എന്നല്ല, പക്ഷെ നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നതും ഒക്കെ അവരെ പേരിലാണല്ലോ. അത് വലിയ സന്തോഷമുള്ളൊരു അമലാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഒരുപോലെ, എല്ലാ സമയങ്ങളും ഒരുപോലെ, മുഅ്മിനീങ്ങൾക്ക് ഒരുപോലെ ആകാൻ പാടില്ല. എല്ലാ സമയങ്ങളും ഒരുപോലെ ആണോ? ഇന്നലത്തെ പകൽ ഇന്നത്തെ പകൽ ഒരുപോലെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ നമ്മളെ കാര്യം കഷ്ടാണ്. എല്ലാ ദിവസവും ഒരുപോലെ ആകാൻ പാടില്ല. ഇന്നലെ എന്താ ഉസ്താദേ? ഇന്നലെ വ്യാഴാഴ്ച, ഇന്ന് വെള്ളിയാഴ്ച. പ്രത്യേകത ഒന്നുമില്ലേ? എന്ത് പ്രത്യേകത? ഇന്നലെയും സൂര്യൻ ഉദിച്ചത് കേക്കിൽ നിന്നാണ്, ഇന്ന് ഉദിച്ചത് കേക്കിൽ നിന്നാണ്. അങ്ങനെ പറഞ്ഞാൽ മതിയോ? ഇന്നത്തെ ദിവസത്തിന്റെ ബഹുമാനമായി പരിഗണിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയണം. ഇന്നൊരുപാട് സുന്നത്തുകൾ ഇന്നലെ നിർവഹിക്കാൻ കൽപ്പിക്കപ്പെടാത്തത് ഇന്നുണ്ട്. എത്ര സുന്നത്തുകളാണ് ഇന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് വെള്ളിയാഴ്ച ദിവസം. ഇന്നലെ നമ്മൾ വ്യാഴാഴ്ച ദിവസം ഉച്ചക്ക് പള്ളിയിലേക്ക് വരും പോലെയല്ല ഇന്ന് വരുന്നത്. ഇന്നലെ വരുമ്പോൾ കൽപ്പിക്കപ്പെടാത്ത ഒരു കാര്യം പള്ളിയിലേക്ക് ഇന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ട്. എന്താണത്? വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുന്ന, ജുമുഅക്ക് വരുന്ന മുസ്ലിം സഹോദരൻ യസ്തഗിലു ഫീ ത്വരീഖിഹി വഹുദൂരിഹി ബിദ്ദിക്രി വസ്സലാത്ത്, ദിക്റ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും മുഴുകണം. വീട് വിട്ട് പള്ളിയിലെത്തുന്നത് വരെ ദിക്റും സ്വലാത്തുമാകണം. ഭൗതിക സംസാരങ്ങൾ ഇന്ന് ലിമിറ്റ് ചെയ്യേണ്ട ദിവസമാണ്. കാരണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ഇബാദത്താക്കി അല്ലാഹു നൽകിയത് ഈ ഉമ്മത്തിന് മാത്രമാണ്. മുൻഗാമികളിൽ ഒരു സമൂഹത്തിനും വെള്ളിയാഴ്ച ഒരു പ്രത്യേക ഇബാദത്ത് അല്ലാഹു നൽകിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, നസ്വാറാക്കൾക്ക് അല്ലാഹു പഴയ കാലത്ത് ഇബാദത്തിൽ നിശ്ചയിച്ചു കൊടുത്ത ദിവസം ഏതാണ്? യൗമുൽ അഹദ്, ഞായറാഴ്ചയാണ്. യഹൂദികൾക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ദിവസം ഏതാണ്? യൗമുസ് സബ്ത്, ശനിയാഴ്ചയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളിയാഴ്ച ഒരു പ്രത്യേക ഇബാദത്ത് കൊണ്ട്, പ്രത്യേക ദുആ കൊണ്ട്, പ്രത്യേക സുന്നത്തുകളെ കൊണ്ട് അല്ലാഹു ഭാഗ്യം നൽകിയത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് മാത്രമാണ്. ഏറ്റവും ബഹുമാനമുള്ള നബിയായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം അല്ലാഹു നൽകിയത് ഇബാദത്തിന്. അതാണ് വെള്ളിയാഴ്ച. ഒരുപോലെ കാണാൻ പറ്റൂല. ഇന്നലെ നമ്മൾ ആരും അൽക്കഹഫ് ഓതാൻ കൽപ്പിക്കപ്പെട്ടോ? ഇന്നലെ വ്യാഴാഴ്ച പകല്, ഇന്ന് വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതാൻ കൽപ്പിക്കപ്പെട്ടവരാ. സ്വലാത്ത് ധാരാളം ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് ഇന്ന് പകല്. ആ സമയം ഏതാണെന്നൊക്കെ മഹാന്മാർ എണ്ണിപ്പറഞ്ഞ സമയം നോക്കിയിട്ട് മുതലാക്കണം. ആ ചാൻസ് നേടിയെടുക്കണം എന്ന് ഒരുപോലെ പുരുഷന്മാരോടും സ്ത്രീകളോടും കൽപ്പനയുണ്ട്. പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മാത്രമല്ല അത്,
വെള്ളിയാഴ്ച ദിവസം ഇന്ന ഫീഹാ ലസഅതൻ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഇല്ലാ അജാബഹുല്ലാഹ്. ആ സമയത്തോട് ഒത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെ ദുആയുണ്ടോ അല്ലാഹ് സ്വീകരിച്ചുപോയി. എത്ര വെള്ളിയാഴ്ചകൾ നമുക്ക് കഴിഞ്ഞുപോയി സഹോദരാ. മറ്റൊന്ന് മസ്ജിദുൻ നബവി, മസ്ജിദുൽ മദീന എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ശ്രമിക്കേണ്ടതില്ലേ? വെള്ളിയാഴ്ച കൊണ്ട് നേടിയെടുക്കേണ്ടതല്ലേ? മറ്റൊന്ന് മസ്ജിദുൽ നബവി, മസ്ജിദുൽ മദീന എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വെള്ളിയാഴ്ച മറ്റൊന്ന് മസ്ജിദുൽ നബവി, മസ്ജിദുൽ മദീന എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നലത്തെ ദിവസം പോലെ ആകാൻ പാടില്ല. ഇന്നത്തെ ദിവസവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനിസ്തവാ യൗമാഹു ഫഹുവ മഖ്ബൂൻ. ഒരാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയായാൽ അവൻ നഷ്ടം സംഭവിച്ചവനാണ്. ഇന്നലെയും ഇന്നും ഒരുപോലെയാകാൻ പാടില്ല. ഇന്നും നാളെയും ഒരുപോലെയാകാൻ പാടില്ല. നാളെ നമ്മൾ ഹയാത്താകുമ്പോ, ഉറക്കിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോ ഒരു ദിവസം കൂടി അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാനും ശുക്ർ ചെയ്യാനും അള്ളാഹു നമുക്ക് അവസ്ഥ നൽകിയല്ലോ. അതുകൊണ്ട് ഇന്നത്തെ ശുക്ർ ഇന്നത്തെക്കാളും നമ്മൾ കേമമാക്കണം. നാളത്തെ ശുക്ർ മറ്റന്നാളത്തെ ശുക്ർ അതിനേക്കാളും കേമമാക്കണം. ഓരോ ദിവസവും മുസ്ലിമിന്റെ ശ്രമം അങ്ങനെയാണ് വേണ്ടത്. എല്ലാ പകലും ഒരുപോലെയാകാൻ പാടില്ല. എല്ലാ രാവും ഒരുപോലെയാകാൻ പാടില്ല. ഇപ്പൊ സഹോദരങ്ങളെ, ഇന്ന് കഴിഞ്ഞ് നാളെ രാത്രി വരുമ്പോൾ നാളെ മഗ്രിബിന് ശേഷമുള്ള സമയവും ഇന്നത്തെ മഗ്രിബിന് ശേഷമുള്ള സമയവും എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, നാളത്തെ മഗ്രിബിന്റെ ശേഷമുള്ള സമയം ലൈലത്തുൽ മിഅ്റാജ്, മിഅ്റാജിന്റെ രാവാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ വലിയ ബഹുമാനം. ലോകത്തൊരൊറ്റ കുട്ടിക്കും അല്ലാഹു നൽകാത്ത ബഹുമാനം. ഇനി ആ ഒരു ബഹുമാനത്തിന്റെ തലത്തിലേക്ക് നമ്മളൊക്കെ എത്തണമെങ്കിൽ ആഖിറത്തിൽ എത്തണം, അല്ലേ? അള്ളാഹുവിനെ കാണുക എന്നുള്ളത് ചെറിയ ബഹുമാനമല്ലല്ലോ, വലിയ ബഹുമാനല്ലേ? വലിയ ബഹുമാനമല്ലേ അള്ളാഹുവിനെ കാണുക എന്നുള്ളത്? അള്ളാഹുവിനെ കൂടുതൽ മഹബ്ബത്ത് വെച്ച സ്വഹാബിമാർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഹൽ നറാ റബ്ബനാ, ഞങ്ങളെ റബ്ബിനെ കാണുമോ നബിയെ ഖിയാമത്ത് നാളിൽ? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ കാണും. സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ, ബദറിന്റെ രാത്രി പരിപൂർണ ചന്ദ്രനെ നിങ്ങൾ കാണും പോലെ. ലാ തുലാമൂന ഫീ റുയതിഹി, ആ പൂർണ്ണചന്ദ്രനെ കാണുന്നതിന് നിങ്ങൾക്ക് തടസ്സമുണ്ടാകാറില്ലല്ലോ. ഒരാൾക്കും തിരിച്ചറിയായ്മ ഉണ്ടാകാറില്ലല്ലോ. ഇന്ന് 14-ാം രാവാണെന്ന് എത്രയോ ദൂരത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പറയാറില്ലേ? ആർക്കെങ്കിലും ആശങ്ക വരാറുണ്ടോ? വളരെ കൃത്യമായി നിങ്ങൾ റബ്ബിനെ കാണും. എവിടെ കാണും? ഖിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ച് കാണും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കാണുക എന്നത് വലിയ സന്തോഷമുള്ള അമലാണ്. സ്വർഗലോകത്തെത്തിയിട്ട് ഏറ്റവും വലിയ സന്തോഷം ഹൂറുല്ലീങ്ങളോട് കൂടെ സുഖിക്കലല്ല, പഴങ്ങൾ ഭക്ഷിക്കലല്ല, ആറുകളിൽ നിന്ന് കുടിക്കലല്ല, സ്വർഗത്തിന്റെ തണലുകളിൽ വിശ്രമിക്കലല്ല, ഇണകളോടൊപ്പം ചേർന്ന് നിന്ന് കിന്നാരം പറയലല്ല, സ്വർഗത്തിലെ സൂക്കുകളിൽ ഉല്ലസിച്ച് നടക്കലല്ല, സ്വർഗത്തിലെ കൃഷിയിടങ്ങളിൽ പോയി സന്തോഷത്തോടെ ആ കൃഷി കാണലല്ല, കുടുംബസമേതം ഒരുമിച്ച് സൗകര്യമുള്ള ഒരു ഉദ്യാനത്തിൽ ഇരുന്നിട്ട് സംസാരിക്കലും ഭക്ഷണം കഴിക്കലുമല്ല. സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം റബ്ബിനെ ദർശിക്കലാണ്.
അതുകൊണ്ടല്ലേ സൂറത്ത് യാസീനിൽ നമ്മളെല്ലാവരും ഓതാറില്ലേ സഹോദരങ്ങളെ? സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സ്വർഗീയസ്ഥരായ ആളുകൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സലാമുണ്ട്. ആ സലാമാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹുവിനെ മുഅ്മിനീങ്ങൾ കാണുമ്പോ സർവ സുഖങ്ങളും മറന്നുപോയി. സ്വർഗത്തിലെ സുഖങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമില്ലേ, എല്ലാ സുഖങ്ങളും മറന്നുപോയി. പക്ഷേ ഞാനൊന്ന് പറയട്ടെ എന്റെ മുഅ്മിനീങ്ങളോട്, ആ പടച്ച റബ്ബ് ബഹുമാനിച്ച രാവുകളെ ബഹുമാനിക്കണം, അല്ലാഹു ബഹുമാനിച്ച പകലുകളെ ബഹുമാനിക്കണം. എന്തിനാ പകലും രാവും അല്ലാഹു സമ്മാനിച്ചത്? വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. രാവും പകലും അല്ലാഹു സംവിധാനിച്ചത് നമ്മളെ ആരോഗ്യം മാത്രം സംരക്ഷിക്കാനോ ജീവിതത്തിന്റെ ഉപാധികളുമായി ബന്ധപ്പെട്ട് സമ്പാദിക്കാനോ മാത്രമല്ല. ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കർ. ഉണർന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പകലിന് പകരം ഒരു രാത്രി, രാത്രിക്ക് പകരം ഒരു പകല്, പകല് കഴിയാത്തവര് രാത്രി ഇബാദത്ത് എടുത്തുകൊണ്ട് അല്ലാഹുവിന് പകരം വീട്ടും. പടച്ചോനെ, പകലെനിക്ക് കഴിഞ്ഞില്ല, എനിക്ക് നീ 100 കൂട്ടം ഉത്തരവാദിത്തങ്ങൾ എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പകലെനിക്ക് കുറച്ചേ നിന്നോട് ഇടപെടാൻ കഴിഞ്ഞുള്ളൂ. എന്റെ രാത്രി നിന്നിലേക്ക് നീക്കി വെക്കുകയാണ്. രാത്രി അധ്വാനിക്കുന്ന ആളുകൾ പറയുന്നു, അല്ലാ, രാത്രി ഞാൻ ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ ജീവിതത്തിന്റെ ഉപാധികളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചു. എനിക്ക് ഒഴിവ് കിട്ടുന്നത് പകലാണ്. ആ പകല് ഞാൻ നിനക്ക് വേണ്ടി ചെലവഴിക്കുന്നു അല്ലാ. അങ്ങനെയല്ലേ മഹാന്മാർ ചെയ്തത്? പകൽ ശുഗലുള്ള ആളുകൾ രാത്രി ഇബാദത്തുമായി ഏറെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഭരണം കിട്ടിയ മഹാന്മാര് വരെ അങ്ങനെ. ഭരണകർത്താക്കളിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിംസിലെ ഗവർണറായ വലിയ ഭരണാധികാരി സഈദ് ഇബ്നു ആമിർ അൽ ജുമഹി റളിയല്ലാഹു അൻഹു ഹിംസിലെ ഗവർണറാണ്. വലിയ മഹാനുഭാവനാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഇഷ്ടം നൽകിയ സ്വഹാബി. ആ സ്വഹാബി വര്യൻ ഹിംസിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഹിംസിൽപ്പെട്ട കുറെ ആളുകൾ മദീനയിൽ വന്നു ഖലീഫയെ കാണാൻ വേണ്ടി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ കുറച്ച് പണം വന്നിട്ടുണ്ട്, സമ്പത്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിലെ സാധുക്കളെ പേരൊന്ന് എഴുതി തരണം, എന്നാ പിന്നെ അതിന്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് തരാമല്ലോ. അവര് പറഞ്ഞു, ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ എഴുതി തരാം. ഒരു ലിസ്റ്റ് എടുത്ത് പേരൊക്കെ കുറച്ച് എഴുതി കുറെ പേരുകൾ എഴുതി കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ആ പേരിങ്ങനെ വായിച്ച് ഓരോന്നും വായിച്ചിട്ട് അതിന്റെ അവസാനമുണ്ട് ഒരു പേര്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഈ പേരേതാണെന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അത് ഞങ്ങളെ ഗവർണറുടെ പേരാണെന്ന് പറഞ്ഞു. നിങ്ങളെ ഗവർണർ ഫക്കീറന്മാരിൽപ്പെട്ട ആളാണോ? അതെ. ഞങ്ങളെ ഗവർണർക്ക് നിങ്ങൾ നൽകിയ സൗകര്യങ്ങളില്ലേ, ആ സൗകര്യങ്ങളിൽ ഓരോന്നും ആവശ്യക്കാർക്ക് കൊടുത്തുപോയി. ഇപ്പോൾ ജീവിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളിലാണ്. ഞങ്ങളെ നാട്ടിലെ ഫക്കീറന്മാരുടെ പട്ടികയിലാണ് ഞങ്ങളെ ഗവർണർ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബിമാരിൽ പ്രമുഖനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷം നൽകിയിട്ടുണ്ട്. അല്ലാഹു പൊരുത്തപ്പെട്ടവരല്ലേ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ച
പഠിപ്പിച്ചവരല്ലേ. ആ പൊരുത്തത്തിനെക്കാളും വലുത് മറ്റൊന്നവർക്കില്ലല്ലോ. ദുനിയാവിൽ ഗവർണർ സ്ഥാനമെന്ന ഭരണം കിട്ടിയപ്പോൾ ഗവർണറുടെ ലെവലിലുള്ള നല്ലൊരു വീട് നൽകിയിരുന്നു. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ള വീടാണ്. പക്ഷേ ഗവർണറായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് കൊടുത്തുപോയി. കൊണ്ടുപോയിക്കോളൂ, വിൽപ്പന നടത്തിയിട്ട് നിങ്ങളെടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ, വിൽപ്പന നടത്തിയിട്ട് നിങ്ങളെടുത്തോളൂ, എനിക്ക് പരിമിതമായ സുഖം മതി. ഞങ്ങളെ ഗവർണർ ഫഖീറുമാരിൽപ്പെട്ട ആളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ എഴുതിയ ആളുകൾക്ക് വേറെ ഒരു പണക്കിഴിയും ഫഖീറായി എന്നവർ പറഞ്ഞ ഗവർണർക്ക് പ്രത്യേകമായ ഒരു പണസഞ്ചിയും കൊടുത്തയച്ചു. അവര് വന്നിട്ട് പറഞ്ഞു, ഗവർണറോട് ഞങ്ങൾ മദീനയിൽ നിന്ന് വരികയാണ്. ഖലീഫയെ കണ്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തുറന്നു നോക്കുമ്പോ അതില് ദിർഹമും ദീനാറും ഉള്ളത് കണ്ടപാടെ മഹാനവറുകൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉറക്ക ചൊല്ലി, വീടിന്റെ പൂമുഖത്തിരുന്നു കൊണ്ട് ചൊല്ലിയപ്പോ എന്തോ ഒരു മുസീബത്ത് പറ്റിയാലല്ലേ ഇങ്ങനെ സാധാരണ ചൊല്ലാറുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കേട്ടപ്പോ ഭാര്യ അടുക്കളയിൽ നിന്ന് വേഗം മുന്നോട്ട് വന്ന് ചോദിച്ചു, എന്ത് പറ്റിപ്പോയി? വല്ല മുസീബത്തും സംഭവിച്ചോ? അതെ, മുസീബത്ത് പറ്റിപ്പോയി. മുസ്ലിങ്ങളുടെ ഖലീഫ വഫാത്തായി പോയോ? അതല്ല പെണ്ണേ, അതിനേക്കാളും വലുതാണ്. അതല്ല, ഏതെങ്കിലും സമരത്തിന് പോയിട്ട് സ്വഹാബിമാര് പരാജയപ്പെട്ടോ? അതല്ല, അതിനേക്കാളും വലുതാണ്. ഏതെങ്കിലും പ്രദേശത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയോ? അതിനേക്കാളും വലുതാണ്. എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയൂ. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാനത് പറഞ്ഞാ നീ എന്നോട് സഹകരിക്കുമോ? നീ എന്നോട് വിയോജിക്കുമോ? അതല്ല യോജിക്കുമോ? ആ സഹോദരി പറഞ്ഞു, എത്ര ഈമാനുള്ള പെങ്ങളാണ്. ആ സഹോദരി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാം. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ഖലീഫ കൊടുത്തയച്ചൊരു കിറ്റാണിത്, പണക്കിറ്റ്. ഈ പണക്കിറ്റ് നമ്മളെ നാട്ടിലെ പാവങ്ങൾക്ക് നമ്മൾ സാധാരണ കുറെ ലിസ്റ്റിൽ എഴുതി വെച്ചത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. നീ എന്നെ സഹായിക്കുമോ? ആ മഹതിയായ പെണ്ണ് പറഞ്ഞു, ഞാൻ സഹായിക്കാം, എല്ലാവർക്കും വിഹിതിച്ചു കൊടുക്കാം. നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ രീതിയിലുള്ള ജീവിതം മതി. അവർ ഭരണസ്ഥാനത്ത് വിഭജിക്കുന്നവരാണ്. ആ ഉമർ റളിയല്ലാഹുവിന്റെ കീഴിലുള്ള ഗവർണറായ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണാനും ഹിംസ് സന്ദർശിക്കാനും വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസിൽ വന്നു. ഹിംസിൽ വന്നപ്പോ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. ഖലീഫ വന്നതല്ലേ, നമ്മളെ നാട് ഭരിക്കുന്ന ആള് വരുമ്പോ ഭരണാധികാരിയെ കാണാൻ എല്ലാവരും ഒരുമിച്ച് കൂടി. ആ നിലക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പൊ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ജനങ്ങളോട്, ഞാൻ നിങ്ങൾക്ക് ചുമതലപ്പെടുത്തി തന്ന ഗവർണറെ പറ്റി വല്ല പരാതി ഉണ്ടോന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, 4 പരാതി പറയാനുണ്ട്. ഒന്നല്ല, 4 എണ്ണം പറയാനുണ്ട്. ആ സമയത്ത് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു സ്റ്റേജിലില്ല, മഹാനവർകൾ വീട്ടിലാണ്. ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഖലീഫ ചോദിച്ചതാണ്, ഗവർണറെ പറ്റി പരാതി ഉണ്ടോ? ഉണ്ട്, 4 എണ്ണമുണ്ട്. എന്താ നിങ്ങളെ പരാതി ഒന്ന് പറയൂ. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾ ആമിലാക്കി തന്ന, ഗവർണറാക്കി തന്ന ഈ ഖലീഫയില്ലേ, ഈ ഗവർണറില്ലേ, സഈദ് ഇബ്നു ആമിർ തങ്ങളില്ലേ, മഹാനുഭാവൻ, ആ മാസത്തിൽ ഒരു ദിവസം പകല് നേരം ഞങ്ങളിലേക്ക് വരികയില്ല. തീരെ പകൽ സമയത്ത് ഒരിക്കൽ പോലും ഞങ്ങൾ അടുത്തേക്ക് വരൂല, മാസത്തിൽ ഒരു ദിവസം. പിന്നെ എന്താ പരാതി? രണ്ടാമത്തെ പരാതി എന്താണ്? അപ്പോൾ അവര് പറഞ്ഞു, രണ്ടാമത്തെ പരാതി, സുബ്ഹാനല്ലാഹ്, പകല് സമയം, അതേ, കുറച്ച് പകല് സമയം പകുതിയായതിനു ശേഷമേ എന്നും മഹാനവറുകൾ വീട് വിട്ട് ജനങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കാൻ വരൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര സഭയിൽ വന്നിരിക്കുന്ന പതിവില്ല.
പകല് സമയം കുറച്ച് കഴിയണം, ഏകദേശം ഉച്ചയോടടുക്കുന്ന നേരത്തെ വരൂ. അങ്ങനെ വന്നാ പിന്നെ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകും. പിന്നെ എന്താണ് പരാതി പറയാനുള്ളത്? ഞങ്ങൾ ഏത് പ്രശ്നങ്ങളുമായി മഗ്രിബിന്റെ ശേഷം വന്ന് വീട് മുട്ടിയാലും വാതില് മുട്ടിയാലും ഒരിക്കലും തുറന്നു തരാറില്ല. അതേ പരാതി കേൾക്കുന്നു, പിന്നെയും ചോദിക്കുന്നു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആ സമയത്ത് ജനങ്ങൾ പറയുന്നു, ഉമർ ബിൻ ഖത്താബ് തങ്ങളെ, ഞങ്ങളെ ഗവർണറായി നിങ്ങൾ നിശ്ചയിച്ചു തന്ന ഗവർണറില്ലേ, ആ ഗവർണർക്ക് ഇടക്കിടക്ക് ഒരു അബോധാവസ്ഥ വരാറുണ്ട്. ആ അബോധാവസ്ഥ വരുമ്പോൾ തീരെ ഞങ്ങളെ അങ്ങോട്ട് കയറാൻ അനുവദിക്കാറില്ല. അതെപ്പോഴെങ്കിലും ഒക്കെയാ വരാറുള്ളത്, എപ്പോഴുമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 4 പരാതിയും കേട്ട് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെ പറ്റി നാട്ടുകാര് പരാതി പറയുന്നുണ്ടല്ലോ, എന്താണ് എന്നെ പറ്റി പരാതി പറഞ്ഞത്? ആ സമയത്ത് എണ്ണി പറയുന്നു, നിങ്ങളെ പറ്റി പറഞ്ഞ ഒരു പരാതി, പകല് സമയത്ത് ഏകദേശം ഉച്ചയോടടുക്കുന്ന നേരത്തെ എല്ലാ ദിവസവും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങാറുള്ളൂ. ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞു, ശരിയാണ്, എന്റെ വീട്ടിൽ ഒരു വേലക്കാരനെ ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമോ ഒരു ഗവർണർ നമ്മുടെ നാട്ടില്? എന്റെ വീട്ടിൽ വേലക്കാരനില്ല. അപ്പൊ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കുറച്ചു സമയം ഞാൻ വീട്ടിൽ തന്നെ താമസിക്കാറുണ്ട്. അവർക്ക് വേറെ ഖാദിമില്ല, അവർക്ക് ഖാദിമ് ഞാനും, എനിക്ക് ഖാദിം അവരും, ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഖാദിമിങ്ങളാണ്. അപ്പൊ ആ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പകല് കുറച്ച് സമയം അങ്ങോട്ട് ചെലവഴിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പരാതി കേട്ടപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. പിന്നെന്താ അടുത്ത പരാതി? മാസത്തിൽ ഒരു ദിവസം തീരെ ഞങ്ങളെ അടുത്തേക്ക് പ്രവേശനം തരാറില്ല, പകല് സമയം തീരെ ഞങ്ങളിലേക്ക് വരാറില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണത്? സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ തങ്ങളെ, എന്റെ വസ്ത്രം എനിക്ക് അലക്കാനുള്ള ദിവസമാണ്. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എനിക്കില്ലല്ലോ. അതിനു വേണ്ടി മാസത്തിൽ ഒരു ദിവസം ഞാൻ കടമെടുക്കാറുണ്ട്. പകല് സമയം ഞാൻ അതിന് ചെലവഴിക്കാറുണ്ട്. മൂന്നാമത്തെ പരാതി നിങ്ങളെ പറ്റി, രാത്രി നിങ്ങൾ തീരെ മുഖം കൊടുക്കാറില്ല എന്നാണല്ലോ. അപ്പോഴാണ് സഹോദരങ്ങളെ സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറയുന്നത്, എന്റെ പകല് മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തില്ലേ ഉമർ തങ്ങളെ, രാത്രി അല്ലാഹുവിന് വേണ്ടിയാണ്. എനിക്ക് കുറച്ചു നേരമെങ്കിലും ഒന്ന് അല്ലാഹുവിനോട് ശുക്ർ പറയണ്ടേ, അല്ലാഹുവിനോട് താഴ്മയോടെ കേണപേക്ഷിക്കണ്ടേ, നന്ദിയോടെ വിനയത്തോടെ അല്ലാഹുവിനെ വണങ്ങേണ്ടതില്ലേ? അതുകൊണ്ട് രാത്രി ഞാൻ നീക്കി വെച്ചത് അല്ലാഹുവിനാണ്. എന്റെ പകല് സമയം ഭരണകാര്യത്തിൽ ശ്രദ്ധിച്ച് ഞാൻ എങ്ങനെ ചെലവഴിച്ചല്ലോ. പകൽ എനിക്ക് ആകെ ഫർദ് നിസ്കാരത്തിനും മുമ്പും ശേഷവുമുള്ള സുന്നത്തുമല്ലേ ലഭിക്കുന്നുള്ളൂ, പിന്നെ ഒരു ടൈമും എനിക്ക് കിട്ടുന്നില്ലല്ലോ. രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി നീക്കി വെച്ചതാണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറാ. രാവും പകലും ഒന്നിനു പിറകെ ഒന്നായി അല്ലാഹു സംവിധാനിച്ചത് ഉല്ലസിക്കാനല്ല, ദുനിയാവ് മാത്രം സംഭരിക്കാനല്ല, സുഖിച്ച് മതിച്ച് ടൈം കളയാനല്ല. പകല് നഷ്ടപ്പെട്ട ആളുകൾക്ക് രാത്രിയും, രാത്രി നഷ്ടപ്പെട്ട ആളുകൾക്ക് പകലും ഒന്നൊന്നിനു പകരമാണ്. ഉണർന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒന്ന് മറ്റൊന്നിന് പകരമാണ്. ഔ അറാദ ശുക്കൂറാ, നന്ദി ഉദ്ദേശിക്കുന്നവർക്ക് രാത്രി നഷ്ടമായത് പകലിലും പകല് നഷ്ടമായത് രാത്രിയിലും അവർ കൂടുതൽ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കും.
ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് രാത്രി അങ്ങനെ നീക്കി വെച്ചത്. അബോധാവസ്ഥയെ പറ്റി പറഞ്ഞപ്പോ നാലാമത്തെ കാരണം ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സിൽ ഇടക്കിടക്ക് എനിക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ കഴുമരത്തിലേറ്റുന്ന സമയത്ത് ഞാൻ എന്റെ ഉപ്പയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു രംഗം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കടികട്ടിയുള്ള ഈമാൻ, ചെറിയ ഈമാനല്ല, നല്ല കനമുള്ള ഈമാൻ. നമ്മൾ ആരെങ്കിലും ഒരാളെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയാൽ നമ്മൾ എന്ത് ചെയ്യും? മോചനത്തിനുള്ള എല്ലാ മാർഗങ്ങളും ശ്രമിക്കും, അല്ലേ? അവര് മോചനത്തിനുള്ള ഒരു മാർഗം ശ്രമിച്ചില്ല. അള്ളാഹുവിന്റെ അടുക്കൽ മോചനം കിട്ടിയാൽ ഒരാൾക്കും കത്തെഴുതിയില്ല, ഒരാളൊന്നും ശുപാർശ നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. അവരാ വീട്ടിൽ നിന്ന് നിർവഹിക്കേണ്ട ഇബാദത്തുകളൊക്കെ നിർവഹിച്ചു. മനസ്സിൽ യാതൊരു വ്യാകുലതയും. ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഉപ്പയെ ഞാൻ യുദ്ധത്തിൽ വധിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വധിക്കും, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ടൈം ആകുമ്പോ ഒന്ന് പറയണം, എനിക്കൊന്ന് ഒരുങ്ങാനാണ്. ആ സമയമാകുമ്പോ ഒന്ന് പറയണം, എനിക്കൊന്ന് ഒരുങ്ങാനാണ്. അപ്പോ ഹാരിത്തിന്റെ മക്കളിൽപ്പെട്ട സൈനബ് എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിലാണ് ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ തടവിലാക്കിയത്. നാളെ പിറ്റേന്ന് നിങ്ങളെ കഴിമരത്തിൽ ഏറ്റാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് ഒരു ചെറിയ കത്തി തരുമെന്ന് ചോദിച്ചു. എന്തിന്? നഖം മുറിക്കണം, നീക്കേണ്ട ശരീരത്തിലെ രോമങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കണം, മീശയൊക്കെ ഒന്ന് വെട്ടി ചത്തി റെഡിയാക്കണം, അതുപോലെ തന്നെ താടിയൊക്കെ ഒന്ന് ഒപ്പിക്കണം, ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതൊക്കെ നീക്കാൻ വേണ്ടി ഒരു കത്തി തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് ഒരു കത്തി കൊണ്ടുപോയി കൊടുത്തു. ആ കത്തിയും പിടിച്ച് നഖമൊക്കെ മുറിച്ച് ആ കത്തിയും പിടിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ചെറിയ ഒരു കുട്ടികൾ അങ്ങനെയാണല്ലേ, ഏതെങ്കിലും റൂം തുറന്നെടുക്കുമ്പോ അങ്ങോട്ട് കയറി ചെല്ലും. കുട്ടി അങ്ങോട്ട് കയറി ചെന്നു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കയ്യിൽ കത്തിയ. ഈ കുട്ടിയെ കണ്ടപ്പോ വളരെ സ്നേഹത്തോടെ, ലാളിത്യത്തോടെ, നല്ല അനുകമ്പയോടെ, വാത്സല്യത്തോടെ ആ കുട്ടി എടുത്തിട്ട് മടിയിൽ വെച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹു. പുറത്തുനിന്ന് ഈ കുട്ടിയുടെ ഉമ്മയായ സൈനബ് ഇത് കണ്ടിട്ട് ഇങ്ങനെ ബേജാറാക്കാൻ, പടച്ചോനെ ഒരു കയ്യിൽ കത്തി, മറ്റേ കൈയിന്റെ പിടുത്തത്തില് കാലിന്റെ ഭാഗത്ത്, കാലിന്റെ മുകൾ ഭാഗത്ത് കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ നെടുവീർപ്പ് ഇങ്ങനെ കണ്ടപ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ കുട്ടിയെ ഞാൻ വല്ലതും ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കുട്ടിയെ ഞാൻ ഒന്നും ചെയ്യൂല. ഈ കുട്ടി എന്റെ കുട്ടിയെ പോലെ ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി അങ്ങനെ തന്നെ ഒന്ന് തലോടിയിട്ട് അങ്ങനെ തന്നെ ഇറക്കി കൊടുത്തു. കുട്ടി അങ്ങനെ ഉമ്മാന്റെ അടുത്തേക്ക്. പക്ഷേ ആ പെണ്ണ് പറയുന്നു, ഈ ഖുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ല ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. തടവുകാരനാണെങ്കിലും അല്ലാഹു വലിയ ബഹുമാനം നൽകിയ ആളാണ്. സൈനബ് എന്ന് പറയുന്ന പെണ്ണ് പറയാണ്, ഞാൻ ഒരിക്കൽ പോയി നോക്കുമ്പോ മുന്തിരിക്കൊല കയ്യിലെടുത്തുകൊണ്ട് ഭക്ഷിക്കുന്നത് ഞാൻ കാണുന്നു. മക്കയിൽ എവിടെയും മുന്തിരി ഇല്ലാത്ത കാലം, മക്കയിൽ ഒരു സ്ഥലത്തും മുന്തിരി കിട്ടാത്ത കാലം ഖുബൈബ് റളിയല്ലാഹു അൻഹു കയ്യിൽ പിടിച്ച് മുന്തിരി എടുത്ത് അങ്ങനെ ഭക്ഷിക്കുകയാണ്. ആ പെണ്ണ് പറയുന്നു, എത്ര നല്ല ബഹുമാനമുള്ള ആളാ. ഞങ്ങൾ ആരും ഒരു ഭക്ഷണവും കൊടുത്തിട്ടില്ലെങ്കിലും, ഞങ്ങൾ ആരും ഒരു വെള്ളവും കൊടുത്തിട്ടില്ലെങ്കിലും ഖുബൈബ് തങ്ങൾക്ക് സ്പെഷ്യലായി ഭക്ഷണം കൊടുക്കാൻ, സ്പെഷ്യലായി വെള്ളം കൊടുക്കാൻ ഖുബൈബ് തങ്ങൾ വിശ്വസിച്ച റബ്ബുണ്ടേ. وإنه لرزق رزقه الله ഖുബൈബാ. അല്ലാഹു പ്രത്യേകം കൊടുത്ത ഒരു റിസ്കാണത്, പ്രത്യേകം കൊടുത്തൊരു ഭക്ഷണമാണത്. സഹോദരങ്ങളെ, മക്കയിൽ എവിടെയും മുന്തിരി ലഭിക്കാത്ത കാലത്ത് ഖുബൈബ് തങ്ങൾക്ക് എവിടുന്നാ മുന്തിരി കിട്ടിയത്? അവരെവിടുന്നാ മുന്തിരി ഭക്ഷിക്കുന്നത്? തടവറയിൽ വച്ചല്ലേ. കാരണം അവരെ മനസ്സും ശരീരവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് സ്വത്തിനോടല്ല, മക്കളോടല്ല, ദുനിയാവിലെ വീടിനോടല്ല,
കൂട്ടുകാരോടല്ല, ഏറ്റവും അധികം ഖൽബ് ബന്ധപ്പെട്ട് കിടക്കുന്നത് യജമാനനായ റബ്ബിനോടാണ്. ആ റബ്ബിൽ നിന്ന് ഭക്ഷണം വേണമെന്ന് നിനക്കുമ്പോഴേക്ക് അല്ലാഹു ഭക്ഷണം കൊടുത്തുപോയി. ആ ഭക്ഷണം ഭൂമിയിൽ എവിടെ ഇല്ലെങ്കിലും സ്പെഷ്യലായിട്ട് അല്ലാഹു ഇറക്കി കൊടുത്തുപോയി. കാരണം ഖുബൈബ് റളിയല്ലാഹു അൻഹു തടവറയിലാക്കപ്പെട്ടത്, ഖുബൈബ് റളിയല്ലാഹു അൻഹു കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടത് സ്വന്തം ശരീരം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് ദീനിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന പ്രതിരോധ മുറയില് ബാപ്പ നഷ്ടപ്പെട്ട മക്കള് കൊണ്ടുവന്നതല്ലേ. ആ മക്കളോട് ഖുബൈബ് തങ്ങൾക്ക് ദേഷ്യമില്ല, അവരോട് പകയില്ല, അവരോട് വിദ്വേഷമില്ല. വല്ല എതിർപ്പുമുണ്ടെങ്കിൽ ആ കുട്ടി വന്ന് മടിയിലിരിക്കുന്ന നേരത്ത് വലത്തെ കൈയിൽ പിടിച്ചിരിക്കുന്നത് കത്തിയല്ലേ സഹോദരാ. എത്ര സ്നേഹത്തോടെയാണ് ആ കുട്ടിയോട് സമീപിച്ചത്, എത്ര സഹനത്തോടെയാണ് സൈനബ് എന്ന് പറയുന്ന പെങ്ങളോട് പെരുമാറിയത്. ഈ പെരുമാറ്റവും ഈ ഭക്ഷണവും ഈ സംവിധാനങ്ങളും ഈ സ്വഭാവവും ഒക്കെ കണ്ടിട്ടാണ് സൈനബ് എന്ന പെണ്ണ് പറഞ്ഞത്, മാ റഅയ്തു വസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബിനെ പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തൊരു ബഹുമാനമുള്ള മനുഷ്യനാണ് ആ ഖുബൈബ് ബിൻ അദീ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കഴുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ സഈദ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഇന്നും ഞാൻ ആ രംഗം ഓർക്കുമ്പോ എനിക്ക് അബോധാവസ്ഥ വരികയാണ്. ഖുബൈബ് തങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന ഈമാൻ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ഞാനും എന്റെ ഉപ്പയും അവിടെ സാക്ഷിയായിട്ടുണ്ട്. ഖുബൈബ് തങ്ങൾ ദുആർക്കുന്നൊരു ദുആ കേട്ടിട്ട് എന്റെ ഉപ്പ എന്റെ കാതും എന്റെ കണ്ണും മുറുക്കി പിടിച്ച് പൊത്തിപ്പിടിച്ചു പോയി. നമ്മൾ ആ ദുആ കേൾക്കണ്ട മോനെ, നമുക്ക് ആ ദുആ വരാൻ പാടില്ല. എല്ലാവരുടെ മുന്നിൽ വെച്ചും അബൂ സുഫിയാൻ അടങ്ങുന്ന സംഘം ഖുബൈബ് തങ്ങളോട് ചോദിക്കുന്നു, അല്ല ഖുബൈബ്, നിങ്ങളിപ്പോ നിൽക്കുന്ന കടുമരത്തിന്റെ മുന്നില് നിങ്ങളെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ഇഷ്ടമാകുമോ? ഖുബൈബ് തങ്ങളെ ഈമാനിന്റെ ഖനമെത്രയാ. ഖുബൈബ് തങ്ങൾ പറയുന്നു, ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനം പോയിട്ട് തങ്ങളിപ്പ മദീനത്ത് എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് അവിടുത്തെ കാലിന്റെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരൊറ്റ മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല. എനിക്കത് സഹിക്കാൻ പറ്റൂല. എന്നെ നിങ്ങൾ കഴുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഞാനിവിടെ കഴുമരത്തിന്റെ മുന്നില് നേരം കാത്ത് കഴിയുമ്പോഴും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ. എന്റെ നേതാവിനൊരു ചെറിയ മുള്ളു പോലും തറക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല. ഈ മഹബ്ബത്തിന്റെ ആധിക്യം കണ്ട്, ഇതിന്റെ അതുല്യമായ സൗന്ദര്യം കണ്ട് അബൂ സുഫിയാനും കൂട്ടരും ചിരിക്കുകയാണ്. അങ്ങകലെ മദീനയിലുള്ള നേതാവിന് ഒരു കാലിൽ മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഈമാനാ. അത്ര വലിയ മഹബ്ബത്താ. എനിക്കെന്ത് പറ്റിയാലും എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ നേതാവിനൊന്നും പറ്റിക്കൂടാ. അങ്ങനെ
അങ്ങനെ പറ്റി എന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ പറ്റൂല. സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയാണ്, ഒരുപാട് ആളുകളെ കഴുമരത്തിൽ അവിടെ ഏറ്റിയിട്ടുണ്ട്. പക്ഷേ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിന്റെ നിറഞ്ഞ ഈമാൻ, അല്ലാഹുവിനോടുള്ള ആത്മബന്ധം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. ചോദിക്കുന്നു, ഖുബൈബ് അവസാനമായിട്ട് വല്ല ആഗ്രഹവുമുണ്ടോ? ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ദഊനി ഉസല്ലി റക്അതൈൻ, എന്നെ കെട്ടൊന്ന് അഴിച്ചു തരൂ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അല്ലാഹുവിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ. ആ റബ്ബല്ലേ എനിക്ക് ഭക്ഷണം തന്നത്, ആ റബ്ബല്ലേ എനിക്ക് സ്പെഷ്യലായി നിങ്ങൾ ആരും കൊണ്ടുതരാത്ത നല്ല മുന്തിരി തന്നത്, ആ റബ്ബല്ലേ എനിക്ക് ബഹുമാനം നൽകുന്നത്, ആ റബ്ബല്ലേ ഇത്രയും കാലം എനിക്ക് ജീവനും എനിക്ക് സംരക്ഷണവും തന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് എന്റെ ഖാലിഖായ റബ്ബിനോടാ. അതിനപ്പുറം വലിയ കടപ്പാട് എനിക്ക് ആരോടുമില്ല. അവര് കയ്യിന്റെ കെട്ടയിച്ചു കൊടുത്തപ്പോ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് മഹാനവറുകളുടെ മനസ്സിന്റെ താല്പര്യം, ഞാൻ എന്റെ ശബ്ദം ശവിക്കുന്ന സർവ്വ സഹോദരങ്ങളോടും സഹോദരിമാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ, സൗമ്യതയുടെ ഭാഷയിൽ ഒരു കാര്യം പറയട്ടെ. കഴുമരത്തിന്റെ മുന്നിൽ വെച്ചും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്നൊരു മനസ്സ്, അള്ളാഹുവിലേക്ക് തിരിയുന്നൊരു മനസ്സ്, 1 ഇഞ്ച് പോലും പേടിക്കാതെ ഭയപ്പാടില്ലാതെ റബ്ബിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുനാജാത്ത് നടത്താനും അത്തഹിയാത്ത് പറയാനും കെൽപ്പുള്ളൊരു മനസ്സ്, ആ മനസ്സ് നിറയെ അള്ളാഹുവിനോടുള്ള കണക്ഷനാ. എത്ര തിരക്കില് നിങ്ങൾ പെട്ടാലും, എത്ര സുഖത്തിൽ നിങ്ങൾ പെട്ടാലും, എത്ര ദുനിയാവിന്റെ സമൃദ്ധിയിൽ കുടുങ്ങിയാലും റബ്ബിനുള്ള ശുക്റാകുന്ന നിസ്കാരം കയ്യൊഴിക്കല്ല, വിട്ടുപോകല്ല. പ്രായപൂർത്തിയും ബുദ്ധിയും എത്തിയ ശേഷം ഏതെങ്കിലും ഒരു നിസ്കാരം ദുർബല നിമിഷത്തിൽ അല്ല വിട്ടുവീഴ്ച തരാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടമായി പോയോ, അത് ചിന്തിച്ച് ആലോചിച്ച് ഓരോ ദുആഇന് ഇജാബത്തുള്ള രാവിലും പൊട്ടിക്കരയണേ, തൗബ ചെയ്യണേ. നിസ്കരിക്കാത്ത മനുഷ്യന്, നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യന് വിജയിക്കാൻ കഴിയില്ല. ദുനിയാവിന്റെ വിജയമല്ലല്ലോ യഥാർത്ഥ വിജയം. 2 ലോകത്തുമുള്ള വിജയമല്ലേ യഥാർത്ഥ വിജയം. ആ വിജയം ലഭിക്കുന്നത് നിസ്കരിക്കുന്നവർക്കല്ലേ, റബ്ബിനോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നന്ദി ചെയ്യുന്നവർക്കല്ലേ. ആ റബ്ബ് തരുന്ന വെള്ളം കുടിച്ച്, ആ റബ്ബ് തരുന്ന വീട്ടിൽ കിടന്നുറങ്ങി, ആ റബ്ബ് തരുന്ന ജോലിയും ചെയ്ത് സമ്പാദിച്ച് യജമാനനായ റബ്ബിന് ഒരു 17 മിനിറ്റിന്റെ ശുക്രിന് നേരമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാ സഹോദരാ? നമുക്കെന്ത് യോഗ്യതയാ? നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ്ക്കൊന്നും വരാനില്ല, നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹ്ക്കൊന്നും കുറയാനില്ല. അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ, ഇൻ തക്ഫുറൂ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, നിങ്ങളൊക്കെ നന്ദികേട് ചെയ്താലും അല്ലാഹ്ക്കൊന്നും വരാനില്ല. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അല്ലാഹുവിന് നിങ്ങളെ നന്ദി വേണ്ട. റബ്ബിന്റെ കമാലിയത്തിന്, അവന്റെ ജലാലിയത്തിന് നിങ്ങൾ ആരുടെയും ഒത്താശ വേണ്ട. നിങ്ങൾ നന്ദികേട് ചെയ്യുന്നവരാണെങ്കിൽ, നേരാനേരം നിസ്കരിക്കാത്തവരാണെങ്കിൽ, നിസ്കരിക്കണമെന്ന് ബോധമില്ലാത്തവരാണെങ്കിൽ, അല്ലാഹു തആലാക്ക് നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ട് ഒന്നും വരാനില്ല. അല്ലാഹു നിരാശ്രയനാണ്, അല്ലാഹു ഐശ്വര്യനാണ്. അതേ
സമയത്ത് വൈൻ തഷ്കുറു യർളഹു ലക്കും, നിങ്ങൾ നന്ദി ബോധമുള്ളവരാണോ അല്ലാഹ് നിങ്ങളെ തൃപ്തിപ്പെടുന്നു. ആ നന്ദി ബോധമുള്ളവരായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. വർഷത്തിൽ മറ്റൊന്ന് മസ്ജിദുൻ നബവി, മസ്ജിദുൽ മദീന, അതിന്റെ എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. തൂനിസിന പള്ളി. ഒന്ന് അനിയന്ത്രിതമായ, മറ്റൊന്ന് മസ്ജിദുൻ ഉറങ്ങിപ്പോയി ഒന്ന് നിസ്കരിക്കുന്ന ആളാണ്, ടൈമിന് നിസ്കരിക്കുന്ന ആളാണ്, ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് അറിഞ്ഞില്ല. എന്നും രാവിലെ 7 മണിക്ക് നിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എന്നും രാവിലെ 8 മണിക്ക് ഒന്ന് കൈകി കൂട്ടിയിട്ട് സുബഹിസ്കരിക്കുന്ന ആളെ പറ്റിയല്ലേ ഞങ്ങനെ തെറ്റിദ്ധരിക്കരുത് ആരും. ഇപ്പോഴൊക്കെ ക്ലിപ്പായി തെറ്റിദ്ധരിക്കുന്ന കാലമാണ്. വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ വേദന. പഴയ കാലം പോലെ നിങ്ങൾ വിചാരിക്കും വേദന നല്ല സുഖമാണ്, ഇപ്പൊ ബുദ്ധിമുട്ടാണ്. കാരണം അടിവരയിൽ എവിടെയെങ്കിലും ഒരു കുറിപ്പ് കിട്ടുന്നോ നോക്കി നടക്കുകയാണ് ദുനിയാവ് ആഖിറത്ത് രക്ഷപ്പെടുത്താൻ. എന്നിട്ട് അവിടെ കട്ട് ചെയ്താൽ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പുറപ്പുറം നോക്കണ്ടേ, നമുക്കിത് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, എന്നും രാവിലെ 7 മണിക്ക് 8 മണിക്ക് എണീറ്റ് സുബഹിസ്കരിക്കുന്ന ആളെ പറ്റിയല്ലേ ഞാൻ പറഞ്ഞു. എന്നും നിസ്കരിക്കുന്ന ആളാ, ക്ഷീണം കൊണ്ടോ എന്തോന്നറിയില്ല, ഒരു ദിവസം അങ്ങനെ എഴുന്നേറ്റപ്പോഴേക്കന്നെ ആള് ബേജാറാ പോയി. പഠിച്ചോനെ, എന്റെ സുബഹി എന്റെ ളുഹർ ഞാൻ ഇത്ര ഉറങ്ങുന്നു കരുതിയില്ലല്ലോ, വിളിക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിരുന്നല്ലോ, അവര് വിളിച്ചിരുന്നു, പക്ഷെ എന്താന്നറിയില്ല അന്ന് കുറച്ച് ഉറക്കം അങ്ങനെ ആയിപ്പോയി. നിസ്കരിച്ചാ മതി. അല്ലാഹു തആല അതിൽ ചോദ്യം ചെയ്ത് ശിക്ഷിക്കൂല. അല്ലാഹു അർഹമുർ റഹീമീനാണ്. ഇങ്ങനെ സംഭവിച്ചു. മറ്റൊന്നുള്ളത് മറദിയാണ്. കാരണം മറന്നുപോയി. ദുഃഖം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഒക്കെ മറതി വരാലോ, മനുഷ്യനല്ലേ, മറന്നുപോയി. മൂന്നാമത്തൊരു കാരണമില്ല. ജോലിയോ രോഗമോ കല്യാണമോ ചികിത്സയോ യാത്രയോ ഒന്നും കാരണമല്ല. ഒന്നും കാരണമല്ല. രോഗമൊന്നും കാരണമല്ല. വെറുതെ അങ്ങനെ ഗതികുത്തിരിക്കരുത്. സദേ ആക്സിഡന്റ് ശരീരം മൊത്തം പറ്റിയാലും നിസ്കരിക്കണം. ഇയാൾ മൊത്തം ബാൻഡേജ് ഇട്ട് കിടക്കുന്ന ആളാണ്. എന്നെന്താ? ഞാനിപ്പോ അടുത്ത രോഗിയെ കാണാൻ പോയി. ഞാൻ ചെന്നപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് നിസ്കരിക്കുന്നുണ്ടോ ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു, അതെന്റെ ഒരു സ്വഭാവമാണ്. എനിക്ക് ഇഷ്ടപ്പെടില്ല, ആരും എന്നെ വിളിക്കണമെന്നില്ല. ഞാനയാളൊന്ന് കാണാൻ പോയതാ ബന്ധത്തിന്റെ പേരിൽ. പക്ഷെ എനിക്ക് വലിയ സന്തോഷമായി. 2 കാലിനും കമ്പിയിട്ട് കിടക്കുന്ന ആളാണെങ്കിലും കറക്റ്റ് നിസ്കരിക്കുന്ന മനുഷ്യനാണ്. അല്ലാഹു രോഗം ശിഫയായി കൊടുക്കട്ടെ. അവർക്കൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഏത് നേരത്തും അല്ലാതുള്ള ആ ഉടായ്പിന് നേർന്നിട്ടൊന്നും കാര്യമില്ല. അത് വെറുതെ. എന്തുടായ്പ്? രോഗം വരുമ്പോ മാത്രം ഇത് മാറിയ പള്ളി പോണിരുന്നു. ഇത് മാറുന്നതിന് ഇത് വരുന്നതിന് മുമ്പോ പള്ളി തന്നെ കണ്ടിട്ടില്ല ആള്. അപ്പൊ ഇത് മാറി കിട്ടിയ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് പള്ളി പോകാൻ പൂതിണ്ടായിട്ടല്ല, പിന്നെന്താ? അങ്ങനെങ്കിലും ചാൻസിൽ ആരെങ്കിലും നേർന്നിട്ട് രോഗം മാറട്ടെ എന്ന് കരുതിയിട്ടാണ്. അതിനാണ് പറയുന്നത്. കേൾക്കുമ്പോ വിചാരിക്കും പഠിച്ചോനെ ഇയാള് വെള്ളിയാഴ്ചയും എല്ലാ വക്തിനും സുബഹിക്കും ഒക്കെ കറക്റ്റ് കൈവിന്റെ പരമാവധി പള്ളിയിലെത്തുന്ന ആളാണ്. ചോദിച്ചു നോക്കുമ്പോ പറയും ഉസ്താദ് അയാൾ റബീഉൽ അവ്വൽ 12 രാവിലെ വരലുണ്ട്, അന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാകാറുണ്ട്, അത് കഴിക്കാൻ രാവിലെ വരും, വേറെ ആളെ പള്ളിയിലേക്ക് കാണാനില്ല, വർഷത്തിൽ 1-2 തവണ കാണും, അത്രേ കാണുള്ളൂ. അപ്പൊ എന്താ വിദേശത്ത് തുടങ്ങി? വിദേശത്തൊന്നുമല്ല, സ്വദേശത്ത് തന്നെ ഉണ്ട്. പിന്നെന്ത് പറയാനാ ബാക്കി? ഏറ്റവും വലിയ നന്ദികേടാണത്. ഞാൻ പറഞ്ഞത്, ആയുസിൽ പ്രായപൂർത്തി എത്തിയിട്ട് ഒരു നിസ്കാരം നിങ്ങൾക്ക് ഈ 2 കാരണങ്ങൾക്കല്ലാതെ പോയിട്ടുണ്ടോ? ഉമ്മമാരെ പെങ്ങന്മാരെ, ഈ 2 കാരണങ്ങൾക്കല്ലാതെ ഒരു നിസ്കാരം നിങ്ങൾ സമയത്ത് തൊട്ട് പിന്തിച്ചിട്ടുണ്ടോ? തൗബയുടെ മനസ്സ് വേണം. പരിശുദ്ധമായ രാവുകളും രാത്രികളും പകലുകളുമാ വരുന്നത്. മനസ്സ് പൊട്ടി അല്ലാഹുവിനോട് പറയണം. നിസ്കരിച്ചാല് മാത്രം പോരാ. കാരണം നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് കള്ള് കുടിക്കുന്നതിന് സമാനമാണ്, വ്യഭിചരിക്കുന്നതിന് സമാനമാണ്, പലിശ ഭക്ഷിക്കുന്നതിന് തുല്യമാണ്, ചൂതാട്ടം നടത്തുന്നതിന് സമമാണ്, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിന് സമമാണ്. സഹോദരാ, അതൊക്കെ വൻകുറ്റങ്ങളായതുപോലെ ഇതും വൻകുറ്റമാ. മദ്യപാനി മദ്യപാനം നിർത്തിയാ മാത്രം പോരാ, ചെയ്തതിന് ഖാലിസായ തൗബ ചെയ്യണ്ടേ. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ ഇനി വെറുപ്പിക്കൂല എന്ന് തീരുമാനിച്ചാ പോരാ, ഉള്ള വെറുപ്പിന് അവരോട് പൊരുത്തപ്പെടിച്ച് അല്ലാഹുവിനോട് തൗബ ചെയ്യണ്ടേ. അതുപോലെ നിസ്കാരം ഒഴിഞ്ഞവൻ നിസ്കരിച്ചാല് മാത്രം പോരാ, ഖാലിസായ തൗബ ചെയ്യണേ. ആ
നിസ്കാരത്തിന്റെ വിഷയം പറയുന്നു സഈദ് ഇബ്നു ആമിർ തങ്ങള്. എന്തൊരു ബഹുമാനമാണ്! കൊലക്കയറിന്റെ മുന്നിൽ നിസ്കരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി തൂക്കുമരത്തിന്റെ മുന്നിൽ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം കാണിച്ച് മാതൃകയാക്കിയ മഹാൻ സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. യുവത്വം മാറിയിട്ടില്ല. യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തൂക്കുമരത്തിലേക്ക് ഖുബൈബ് തങ്ങളെ കയറ്റുന്നത്. സഈദ് ഇബ്നു ആമിർ തങ്ങൾ പറയുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് തനിക്ക് ഈ കൃത്യത്തിന് നേതൃത്വം നൽകുന്നവരോട് ഖുബൈബ് തങ്ങൾ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ അതിശയപ്പെടുത്തിപ്പോയി. ലൗലാ അൻ തളുന്നു അന്നമാ ബി ജസഉൻ ലസിത്തു. ഖുബൈബിന് മരണപ്പേടിയുണ്ട്. ഖുബൈബിന് മരിക്കുന്നത് വല്ലാത്ത ബേജാറുണ്ട് എന്നൊരു ധാരണ നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ ഇനിയും നിസ്കരിക്കുമായിരുന്നു. എന്റെ റബ്ബിന്റെ മുന്നിൽ നെറ്റി വെച്ചിട്ട്, എന്റെ റബ്ബിന്റെ മുന്നിൽ മുഖം വെച്ചിട്ട്, എന്റെ റബ്ബിന്റെ മുന്നിൽ കൈകാലുകൾ അമർത്തി വെച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് മതിയായിട്ടില്ല. അള്ളാഹുവിനോടുള്ള അഭിവാദ്യം പറഞ്ഞിട്ട് എനിക്ക് പൂതി മാറിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനൊരു ധാരണ വരണ്ട എന്ന് കരുതിയിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് സലാം വീട്ടിയതാണ്. പിന്നെ പറയുന്നു സഈദ് ഇബ്നു ആമിർ തങ്ങള്, അള്ളാഹുവിനോടുള്ള ബന്ധം കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ ബന്ധം ആരോടാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടല്ലേ ബന്ധം. അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തി അവസാനത്തെ വിടവാങ്ങൽ നിസ്കാരവും നിസ്കരിച്ചു. അതേ കടുമരത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഖുബൈബ് തങ്ങൾ പറയുന്നത്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മദീന മുനവ്വറയിൽ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന മുത്തുനബി തങ്ങള് അന്നത്തെ പകല് സമയത്ത് ഏകദേശം ദുഹാ സമയമായ നേരത്ത് സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ച് മടക്കുന്നു. വഅലൈക്കസ്സലാം യാ ഖുബൈബ്. എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. മക്കയിൽ വെച്ചല്ലേ ഈ സലാം പറയുന്നത്. തങ്ങൾ മദീനയിലല്ലേ ഉള്ളത്. സഹാബത്ത് ചോദിച്ചു, ഖുബൈബ് തങ്ങൾ എവിടെ നബിയേ? നമ്മളെ ഖുബൈബിനെ ശത്രുക്കള് കഴുമരത്തിലേറ്റിപ്പോയി. അവസാനം എനിക്കൊരു സലാം പറഞ്ഞതാ. ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധം അല്ലാഹുവിനോട്. ആ ബന്ധത്തിലേക്ക് വസീലയായിട്ടുള്ള ബന്ധമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബന്ധം. തങ്ങൾക്കല്ലേ ഒരു സലാം. ബാപ്പയെക്കാളും വലിയ ബന്ധം, ഉമ്മയെക്കാളും വലിയ ബന്ധം, കൂട്ടുകാരെക്കാളും വലിയ ബന്ധം അവരാരും കൈപിടിക്കാത്ത മേഖലയിലും ഒന്ന് വന്ന് പരിഗണിക്കുന്ന നേതാവല്ലേ. നമ്മള് ഖബറിലെത്തിയാല് ബാപ്പ വരുമോ, ഉമ്മ വരുമോ, ഉസ്താദ് വരുമോ, കൂട്ടുകാര് വരുമോ, സഹയാത്രികര് വരുമോ, സഹപാഠികൾ വരുമോ? ആ ഖബറിലേക്ക് വരുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിർത്തിയിട്ട് മലക്കുകൾ ചോദിക്കുമല്ലോ, മാ തഖൂലു ഫീ ഹാദർ റജുൽ. ഈ കാണുന്ന മഹാമനുഷ്യനെ പറ്റി നിനക്കെന്ത് പറയാനുണ്ട്? മുത്തുനബി തങ്ങളെ സ്നേഹിച്ച് നല്ലോണം വിശ്വസിച്ച മനുഷ്യൻ പറയും, ഫയഖൂലുൽ മുഅ്മിനു ഫയഖൂലുൽ മുഖിനു. വിശ്വാസി പറയും, ഉറച്ച ഈമാനുള്ളവര് പറയും, മുത്തുനബി തങ്ങളെ നോക്കിയിട്ട് പറയും. എന്താ പറയുന്നത്? ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ നിരവധി തവണ ഈ ഹദീസ് കൊണ്ടുവന്നില്ലേ? നബിയുനല്ലദീ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ ഫആമന്നാ ബിഹി വത്തബഅനാ.
ഞങ്ങളെ നബിയാണ്. ഞങ്ങൾക്ക് ഒരുപാട് തെളിവ് റബ്ബിൽ നിന്ന് കൊണ്ടുവന്ന് ആ നബിയെ കൊണ്ട് വിശ്വസിച്ചാ ഞങ്ങൾ ജീവിച്ചത്, ആ നബിന്റെ മാർഗം പിൻപറ്റിയാ ഞങ്ങൾ ഇത്രയും കാലം നടന്നത്. ആ നബിയാണിത് എന്ന ഉത്തരം പറയുമ്പോഴല്ലേ മുഅ്മിനീങ്ങളെ സമാധാനം കിട്ടുന്നത്. സമാധാനത്തിന്റെ മേൽവിലാസം ഒറ്റക്ക് കിടക്കുന്ന ഖബറിലും ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി മറുപടി പറയുമ്പോഴാണ് മലക്കുകൾ വന്ന് പറയുന്നത്, നം കനൗമത്തിൽ അറൂസ്. അതേ, ആദ്യ രാത്രിയിൽ വധുവും വരനും വിശ്രമിക്കും പോലെ, സന്തോഷം പങ്കിടും പോലെ സന്തോഷവാനായി വിശ്രമിച്ചോ. നിന്നോട് സംവദിക്കാനുള്ള മലക്ക് നല്ല സന്തോഷമുള്ള മുഖവുമായി, നല്ല സന്തോഷിപ്പിക്കുന്ന വസ്ത്രങ്ങളും ധരിച്ച്, സുഗന്ധം അടിച്ച് വീശുന്ന സുഗന്ധങ്ങളുമായി ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോയതിന്റെ ശേഷം വരാനുണ്ട്. ഒന്ന് സംസാരിച്ച് സന്തോഷം പറഞ്ഞിരുന്നോ? നിങ്ങൾ കണ്ടില്ലേ, ആദ്യ രാത്രിയിൽ പുതുവരന്മാർ, നവവധൂവരന്മാര് അവര് ഹൃദയതുല്യമായി സന്തോഷങ്ങൾ പങ്കിട്ട് സംസാരിക്കും പോലെ ഖബർ ഷരീഫിന്റെ ഉള്ളിൽ വെച്ച് മുഅ്മിനായ മനുഷ്യന് മുത്തുനബി തങ്ങളെ പറ്റി നല്ല റിസൾട്ട് പറയുമ്പോ യഥാർത്ഥ വിശ്വാസവും ഈമാനും ഇത്തിബായിലും ചാലിച്ച മറുപടി പറയുമ്പോ സംസാരിക്കാൻ ഒരു മനുഷ്യൻ വരുന്നു, മനുഷ്യരൂപത്തിൽ മലക്ക് വരുന്നു. പിന്നവിടെ ക്ഷീണമില്ല, വിഷമങ്ങളില്ല, ദുഃഖങ്ങളില്ല. റബ്ബ് തആല തൗഫീഖ് തരട്ടെ. ആ മുത്തുനബി തങ്ങളോടുള്ള മനസ്സിന്റെ ഈമാനികമായുള്ള ബന്ധം. ഖുബൈബ് തങ്ങൾ അവിടെ വെച്ച് സലാം പറയുമ്പോ സഈദ് ഇബ്നു ആമിർ തങ്ങൾ ഇതിന് സാക്ഷിയാണ്. മഹാൻ പറയുന്നു, ഞാൻ വല്ലാതെ അന്തം വിട്ടുപോയി. അവസാനത്തെ ഒരു സലാം സ്വന്തം ഉപ്പക്കല്ല, സ്വന്തം ഉമ്മക്കല്ല, സ്വന്തം സഹധർമ്മിണിക്കല്ല, മക്കൾക്കല്ല, പേരമക്കൾക്കല്ല, നാട്ടുകാർക്കല്ല, കൂട്ടുകാർക്കല്ല, അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു സലാം. എത്ര വലിയൊരു ബന്ധമാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഖുബൈബ് തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് എന്റെ വാപ്പ എന്റെ രണ്ട് കാതും പൊത്തിയിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണണ്ടാന്ന് കരുതിയിട്ട് എന്നെ തായോട്ട് അമർത്തി പിടിച്ചത്. ഇന്നും എന്റെ മനസ്സിൽ ആ രംഗം വരുമ്പോ എനിക്ക് അബോധാവസ്ഥ വന്നു പോകാം. വല്ലാത്തൊരു പ്രാർത്ഥനയാണ് അടുത്ത കാല് വെക്കുമ്പോൾ പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ അശ്വിഹിം അദദാ വഖ്തുൽഹും ബിദദാ വലാ തബ്ഖ മിൻഹും അഹദാ. അകാരണമായി എന്നെ കൊലക്കയറ്റിലേക്ക് കയറ്റുന്ന ഈ സമൂഹം, ഈ കാര്യത്തിന് നേതൃത്വം നൽകിയ ആളുകളില്ലേ, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്ക് ഒരൊറ്റെണ്ണത്തിനെയും ബാക്കി വെക്കല്ല അല്ലാ. വഖ്തുൽഹും ബിദദാ, വ്യത്യസ്ത രൂപത്തിൽ നീ അവരെ തീർത്ത് കളയണേ അല്ലാ. പിറ്റത്തെ വർഷം അതേ സമയമാകുമ്പോ അതിന് നേതൃത്വം നൽകിയ ഹാരിജിന്റെ മക്കളിൽ ഒരാളും ഭൂമി ലോകത്തില്ല. ഖുബൈബ് തങ്ങളെ പ്രാർത്ഥന അല്ലാഹ് കബൂലാക്കി പോയി. അടുത്ത കാലെടുത്ത് വെച്ചുകൊണ്ട് ആവേശത്തോടെ പറഞ്ഞില്ലേ, വലസ്തു ഉബാലീന ഉഖ്തലു മുസ്ലിമാ അലാ ഐ ജംബിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാതിൽ ഇലാഹി വഇൻ യശഅ യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിലല്ലേ ഷഹീദാകുന്നത്, അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയുമില്ല, ഒരു പ്രശ്നവുമില്ല. എന്നെ
എന്നെ കഴുമരത്തിലേറ്റിയിട്ട് വധിക്കപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് എന്റെ മനസ്സിലൊരു പോരായ്മയുമില്ല. വലസ്തു ഉബാലീന ഉഖ്തലു മുസ്ലിമാ, മുസ്ലിമായിട്ടല്ലേ ഞാൻ കൊല്ലപ്പെടുന്നത്. അല്ലാഹ് മുസ്ലിമായി മരിക്കാൻ തൗഫീഖ് തരട്ടെ. മുസ്ലിമായി മരിക്കുന്നവരിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഈമാൻ അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മറ്റൊന്ന് മസ്ജിദുൽ നബവി, മസ്ജിദുൽ മദീന, അതിന്റെ എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനൊരു കാര്യം കൂടി പറയട്ടെ. എന്റെ ശരീരം മറ്റൊന്ന് മസ്ജിദുൽ നബവി പ്പെട്ടാലും തുണ്ടം തുണ്ടമാക്കി ഇവര് വലിച്ചെറിഞ്ഞാലും യുബാരിക് അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ, ഛിന്ന ഭിന്നമാക്കപ്പെടുന്ന ഓരോ ഭാഗത്തിനും അല്ലാഹ് അനുഗ്രഹം ചൊരിയുന്നതാ, ബറക്കത്ത് നൽകുന്നതാ. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ മരിച്ച് നേരത്തോട് നേരം എത്തിയാൽ ആളുകൾക്ക് പേടിയല്ലേ? കാരണം തുറന്ന ദ്വാരങ്ങളിലൂടെയൊക്കെ പലതും പുറത്തേക്ക് വരാൻ തോന്നും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഞാൻ അള്ളാന്റെ മാർഗത്തിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ആര് ബർക്കത്ത് തരും? അല്ലാഹു ബർക്കത്ത്. അള്ളാന്റെ മാർഗത്തിലാണോ നമ്മൾ വിരിയുന്നത്? നമ്മളെ ശരീരത്തിന് ആര് ബർക്കത്ത് തരും? അല്ലാഹു ബർക്കത്ത് തരും. ആ കടുമരത്തിൽ നിന്ന് ഖുബൈബ് തങ്ങളെ ഇറക്കുന്നത് 40 ദിവസം കഴിഞ്ഞിട്ടാണ്. ഒരു സാധാരണ മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ആദ്യം വേർപിരിയുന്ന അവയവങ്ങൾ 2 കണ്ണുകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു 3-4 ദിവസമാകുമ്പോഴേക്ക് 2 കണ്ണും വേർപെട്ടു പോകും. ഹൈ പവർ ഉള്ള മുസ്ലിമാൻ, ഈമാനുള്ള ഒരു മുസ്ലിമാൻ, യഖീനുള്ള ഒരു മുസ്ലിമാൻ, അവന്റെ കണ്ണൊന്നും ആകൂല, അവന്റെ നഖമൊന്നും ആകൂല, അവന്റെ കാതൊന്നും ആകൂല, കഴുത്തൊന്നും ആകൂല. നിങ്ങൾ കണ്ടില്ലേ, കേരളത്തിൽ ഒരു ഭർത്താവിനെ ഒരു പെണ്ണ് പൂട്ടി വെച്ച് സൂക്ഷിച്ചു വെച്ച് വഹിച്ചില്ലേ? ഭർത്താവിനെ വേർപിരിയാതെ മരണപ്പെട്ടു പോയ ഭർത്താവിനെ വീട്ടിന്റെ ഒരു ഭാഗത്തായിട്ട് പ്ലാസ്റ്റിക്കിലൊക്കെ കെട്ടിമൂടിയിട്ട് അവിടെ വെച്ചു. മുപ്പരെ വേർപിരിയാൻ കഴിയുന്നില്ല. മരണപ്പെട്ടു പോയാളാ, മരണപ്പെട്ട ആളെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. കഴിഞ്ഞല്ലോ, 3 കൊല്ലം നടന്ന സംഭവമാണ്. അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞു വെച്ചു. 2-3 ആഴ്ച കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോ അസ്ഥി മാത്രമേ ഉള്ളൂ. ചോര എവിടെ പോയി? മാംസം എവിടെ പോയി? മജ്ജ എവിടെ പോയി? ബാക്കിയുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ, രോമങ്ങളൊക്കെ എവിടെ പോയി സഹോദര? ഇത് ജനങ്ങളൊക്കെ കാണുന്ന സ്ഥലത്ത്, ചുറ്റുഭാഗത്തും കാവൽക്കാർ നിൽക്കുന്ന ഭൂമിയിൽ 40 ദിവസം ഖുബൈബ് തങ്ങൾ അങ്ങനെ കടുമരത്തിന്റെ മുകളിൽ നിൽക്കുമ്പോ അവസാനം പറഞ്ഞൊരു വാക്കില്ലേ, വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശ യുബാരിക് അലാ ഉസാലി ശിൽവിൻ മുമസ്സഈ. ഞാൻ ഈ പിരിയുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാ. അതുകൊണ്ട് എന്റെ ശരീരം തുണ്ടം തുണ്ടമായി മുറിക്കപ്പെട്ടാലും ഓരോ കഷ്ണത്തിനും അല്ലാഹു ബറക്കത്ത് നൽകും, അല്ലാഹു അനുഗ്രഹം ചെയ്യും. ഒരൊറ്റ കഷ്ണവും അവരുദ്ദേശിക്കുന്ന രൂപത്തിലൊന്നും ആക്കാൻ കഴിയൂല. മദീനത്തുനിന്ന് സ്വഹാബത്തിനെ പറഞ്ഞയച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുബൈബ് തങ്ങളെ കഴുമരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് മറവ് ചെയ്യാൻ. അപ്പോഴേക്ക് ദിവസം 40 ആയിട്ടുണ്ട്. നഖം പോയിട്ടില്ല, കണ്ണ് പോയിട്ടില്ല, താടിരോമങ്ങൾ കൊഴിഞ്ഞിട്ടില്ല, പുരികം പോയിട്ടില്ല, തലയിലെ രോമങ്ങൾ പോയിട്ടില്ല, ഒരൊറ്റ ഭാവഭേദവും വന്നിട്ടില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ വഫാത്ത് നടന്നപ്പോ ആ ശരീരത്തിന് അല്ലാഹു കൊടുത്ത ബഹുമാനം ചെറിയ ബഹുമാനമല്ല. ജീവിച്ചിരിക്കുന്ന ഒരാൾ നിൽക്കും പോലെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് കാവൽക്കാര് കിടക്കുന്നുണ്ട്. എല്ലാവരും മതോന്മത്തരാണ്. കുടിച്ച് മതിച്ച് ലക്കുകെട്ട് കിടക്കുകയാണ്. 2 സ്വഹാബിമാരും നല്ലോണം സഹായിച്ച് കഴുമരത്തിന്റെ മുകളിൽ നിന്ന് ഖുബൈബ് തങ്ങളെ താഴെ ഇറക്കി പതുക്കെ വാഹനത്തിലേക്ക് അങ്ങ് കയറ്റിയിട്ട് അവരവിടെ നിന്ന് സ്ഥലം വിട്ടപ്പോ
താഴെ കിടക്കുന്ന ഒരാള് പതുക്കെ എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കുമ്പോ ആളെ കാണുന്നില്ല. അയാൾ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ കഴുമരത്തിന്റെ മുകളിലുള്ള ആളെ കൊണ്ടുപോയിട്ടുണ്ട്. പെട്ടെന്ന് എല്ലാവരും എഴുന്നേറ്റു. നോക്കുമ്പോ ദൂരെ ഒരു വാഹനപ്പുറത്ത് രണ്ടാള് പോകുന്നത് കണ്ടു. പിന്നാലെ വാഹനമെടുത്തവര് വിട്ടു. കുതിരയും മറ്റു വാഹനങ്ങളും എടുത്ത് പിന്നാലെ കൂടി. സ്വഹാബിമാരെന്ത് ചെയ്തു? ഭൂമിയോട് പറഞ്ഞു, ഭൂമി, അള്ളാഹുവിന്റെ ഭൂമിയല്ലേ ഇത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മഹാനാണ് ഖുബൈബ് തങ്ങള്. ഭൂമിയോട് പറഞ്ഞ ഭൂമി അങ്ങ് പിളർന്നു കൊടുത്തു. ഒരു ഖബറിന്റെ പരുവത്തിൽ ഭൂമി അങ്ങ് തുറന്നു കൊടുത്തപ്പോ ഖുബൈബ് തങ്ങൾ അതിലേക്ക് അങ്ങ് വെച്ചു. ഭൂമി അങ്ങ് സ്വമേധയാ കൂടിപ്പോയി. അവര് വന്ന് സർവസ്ഥലത്തും തെരഞ്ഞു നോക്കി, എവിടെയും കിട്ടിയില്ല. ഒരു കഷ്ണം പോലും കിട്ടിയില്ല. കാരണം ഖുബൈബ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതാ, എന്റെ ശരീരത്തിന് അല്ലാഹു തആല ബർക്കത്ത് തരും. നമ്മളൊക്കെ ബർക്കത്തിന് വേണ്ടി ദ്വാരക്കുന്നില്ലേ ഇപ്പോ? അല്ലേ? ബർക്കത്ത് വേണ്ടേ? അതിന് പ്രധാനപ്പെട്ട മാർഗം തഖ്വയാണ്. അള്ളാഹുവിനോട് നല്ല ആത്മബന്ധമുണ്ടാകണം. അള്ളാഹുവിനോട് നന്ദി ഉണ്ടാകണം. നന്ദിയുള്ള അടിമയാകണം. ശുക്ർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടും. ശുക്ര വേണ്ടത്, നന്ദികേടുണ്ടാകാൻ പാടില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ ഏറ്റവും വലിയ നന്ദികേട് ചെയ്യുന്നവൻ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിച്ച് സുഖിച്ച് അള്ളാഹുവിനെ ഒന്ന് നെറ്റിവെച്ചുകൊണ്ട് ഒരു 5 നേരം അള്ളാഹുവിനെ വണങ്ങാൻ കഴിയാത്ത മനുഷ്യൻ ഏറ്റവും വലിയ ഹതഭാഗ്യനാണ്. അയാളെപ്പോലെ ഭാഗ്യക്കേടുള്ള ആളാരാ? സമൂഹത്തിൽ അത്ര ഭാഗ്യദോഷമുള്ള ആളാരാ? നിങ്ങൾ നോക്ക്. ബഹുമാനപ്പെട്ട മസീഹ് ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് ഒരു പെണ്ണ് പറഞ്ഞു, ഈസാ നബിയെ, വലിയ തെറ്റും കുറ്റവും ചെയ്തു പോയി ഞാൻ. എനിക്ക് മാപ്പിന് വേണ്ടിയാ ഞാൻ നിങ്ങളെടുത്ത് വന്നത്. എന്താ നീ ചെയ്ത തെറ്റ്? ഞാൻ എന്റെ ഭർത്താവിനെ അവഗണിച്ച് മറ്റൊരാളുമായി ബന്ധപ്പെട്ടു. ആ അവിഹിത ബന്ധത്തിൽ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു. കുഞ്ഞിനെ ഞാൻ കൊന്നുകളഞ്ഞു. എനിക്ക് തോപ വേണതിനാ വന്നത്. ഇത് കേട്ട ഉടനെ തന്നെ മഹാനവറുകൾ പറഞ്ഞു, നീ എന്റെ പടിക്കെന്ന് ഇറങ്ങി പോകണം. അള്ളാഹുവിന്റെ അദാബെങ്ങാനും ഇവിടെ ഇറങ്ങിയാലും ഞാനും അതിൽ വിട്ടുപോകും. ആ പെണ്ണ് നിരാശയോടെ പോകുമ്പോ ആ പെണ്ണ് തോബയുടെ മനസ്സുമായിട്ട് വന്നതല്ലേ. ഈസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വഹി അറിയിച്ചു, ഈസാ നബിയെ, ആ പെണ്ണിനെക്കാളും മോശപ്പെട്ട ആളുകളില്ലേ സമൂഹത്തിൽ? ആ പെണ്ണിനെക്കാളും തെറ്റ് കുറ്റങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിലില്ലേ? അവരും എന്നോട് വന്ന് തിരുത്തി ജീവിക്കാൻ തയ്യാറായാൽ അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കും. ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈ പെണ്ണിനെക്കാളും മോശപ്പെട്ട ആള് ആരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി താരിഖുസ്സലാ, നിസ്കരിക്കാത്തവനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്ത മഹാനുഭാവനല്ലേ? തർക്കമില്ലല്ലോ. തങ്ങളുടെ ശുക്രിന്റെ കൂടുതലായിട്ടുള്ള രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് തങ്ങൾ കൂടുതലായി ശുക്ർ ചെയ്തത്? നിസ്കാരമല്ലേ പ്രധാനമായും ശുക്രിന്റെ മാർഗം. ശുക്രിന് തങ്ങൾ അവലംബമാക്കിയത് കൂടുതലും നിസ്കാരമല്ലേ? സുന്നത്ത് നിസ്കാരങ്ങൾ അത്രയും അധികമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്? ഫർള് നിസ്കാരം നിയമമാക്കപ്പെടുന്നതിന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരങ്ങൾ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. ഓ പുതപ്പും പുതച്ച് കിടക്കുന്ന നബിയേ, മുസമ്മിലായ നബിയേ,
രാത്രിയിൽ എഴുന്നേറ്റ് തങ്ങൾ നിസ്കരിക്കണം. നിസ്ഫഹു, രാത്രിയുടെ പകുതി ഭാഗം നിസ്കരിക്കണം. അവിൻഖുസ് മിൻഹു, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ഭാഗം നിസ്കരിക്കണം. ഔസിദ് അലൈഹി, അതിനേക്കാൾ കൂടുതൽ നിസ്കരിക്കണം. രാത്രി മുഴുവനായും തങ്ങൾ നിസ്കരിച്ചതുണ്ട്, രാത്രി പകുതി ഭാഗമായും നിസ്കരിച്ചതുണ്ട്, 1/3 നിസ്കരിച്ചിട്ടുണ്ട്, 2/3 നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിലൊക്കെ വറത്തിലിൽ ഖുർആന തർത്തീലാ, സാവകാശം ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കൂ നബിയേ. ആ നിസ്കാരം അത്രയും അധികം നിർവഹിച്ച അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഇത്രയധികം തങ്ങൾ നിസ്കരിക്കണോ എന്ന് ചോദിച്ചപ്പോ കൊടുത്ത മറുപടി, അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിന് കൂടുതൽ നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ. റബ്ബ് സുബ്ഹാനഹു വ തആലാക്ക് നന്ദി ബോധമുള്ള അടിമയാകാനാണ് എന്റെ ശ്രമം. അതിന് ഏറ്റവും വലിയ നന്ദിയായ നിസ്കാരമാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തത്. രാത്രി സമയങ്ങളിലും പകല് സമയങ്ങളിലും തങ്ങൾ നിസ്കരിച്ചു. ആ നിസ്കാരങ്ങൾ കണ്ട് സ്വഹാബിമാര് പകർത്തി. അവരെ വീട്ടിലും അവരെങ്ങനെ നിസ്കരിക്കുന്ന പതിവുണ്ടായി. മക്കയിൽ വെച്ച് തങ്ങൾ നിർവഹിച്ചിരുന്ന സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടൊരു നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം നേരത്തെ തന്നെ നിർവഹിച്ചു പോരുന്നുണ്ട്. ആ തഹജ്ജുദ് നിസ്കാരം തങ്ങളിൽ നിന്ന് കണ്ടിട്ട് അങ്ങനെ പകർത്തിയ മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രാത്രി വീട്ടിന്റെ ഉള്ളിൽ പോയി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒന്ന് പതുക്കെ കുറച്ചൊന്ന് ഉറങ്ങി, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഉറങ്ങിയിട്ട് എണീറ്റ് പിന്നെ നിസ്കരിക്കും. നിസ്കാരത്തിൽ ഖുർആൻ ഓതും. നല്ല മനോഹരമായ ഓത്ത്. സിദ്ദീഖ് ഖുർആൻ ഓതുമ്പോ മഹാനവറുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. വക്കാന റജുലൻ റഖീഖൽ ഖൽബ്, വല്ലാത്ത ലോല മനസ്കനായ മനുഷ്യനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് വിതുമ്പിപ്പോകും, പൊട്ടിപ്പോകും. രാത്രിയിലുള്ള ഈ ഖുർആനോത്തിന്റെ സൗന്ദര്യം കേട്ട് പരിസര വീടുകളിലുള്ള സഹോദരിമാരൊക്കെ സിദ്ദീഖ് തങ്ങളെ വീട്ടിന്റെ മുറ്റത്തെത്തിപ്പോയി. വീട്ടിന്റെ ഉള്ളിലാ മഹാനവറുകൾ ഖുർആനോതി നിസ്കരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ നമ്മൾ ആലോചിക്കണം, ശുക്രിന്റെ പ്രധാനപ്പെട്ട മാർഗമാണ് നിസ്കാരം. അതൊരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ കണക്ഷൻ ഉണ്ടാകണം. റബ്ബിനോടുള്ള കണക്ഷൻ നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല, ബന്ധം കുറഞ്ഞു പോകാൻ പാടില്ല, നന്ദികേട് ചെയ്യുന്നവരാകാൻ പാടില്ല. അള്ളാഹുവിന് കൂടുതൽ ശുക്ർ ചെയ്താൽ അള്ളാഹു തൃപ്തിപ്പെടും. നമ്മൾ അത്ര നിസ്കാരമില്ലെങ്കിലും കൂടുതൽ ശുക്ർ ചെയ്തിട്ട് അള്ളാഹുവിനെ സ്തുതിച്ച മഹാനല്ലേ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി എത്ര കൊല്ലാ ജീവിച്ചത്? 1275 കൊല്ലം. അത്രയും കൊല്ലം ജീവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഖുർആൻ തന്നെ മഹാനവറുകളുടെ റിസാലത്തിന്റെ ദഅവത്തിന്റെ കാലം പറയുന്നുണ്ട് 950 കൊല്ലം. അതിന് ശേഷം പിന്നെയും ജീവിച്ചിട്ടുണ്ട്, മുമ്പും ജീവിച്ചതുണ്ട്. അതുകൊണ്ട് ചില റിപ്പോർട്ടിൽ 1275 കൊല്ലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹ് പറയുന്ന വാക്കെന്താ അറിയോ? ഇന്നഹു കാന അബ്ദൻ ശകൂറാ, അള്ളാഹുവിന് കൂടുതൽ നന്ദി ചെയ്ത അടിമയാണ്. എന്താണ് ആ നന്ദി ബോധം എന്നറിയുമോ സഹോദരങ്ങളെ? എപ്പോൾ വസ്ത്രം ധരിച്ചാലും മഹാനവറുകൾ പറയും അൽഹംദുലില്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് വസ്ത്രം ധരിച്ചപ്പോ നമ്മൾ ആകെ പറയും പെരുന്നാക്കൊരു വസ്ത്രം ധരിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാഹ്. 2000, 4000, 5000 കൊടുത്ത് വസ്ത്രം വാങ്ങിയത് ആളുകൾ കാണാനൊക്കെ ഒരു മൊഞ്ചുള്ള രീതിയിലായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അന്നേരം അൽഹംദുലില്ലാഹ്. എപ്പോ വസ്ത്രം ധരിച്ചാലും നൂഹ് നബി അലൈഹിസ്സലാം പറയും അൽഹംദുലില്ലാഹ്. എപ്പോൾ വെള്ളം കുടിച്ചാലും പറയും അൽഹംദുലില്ലാഹ്. എപ്പോൾ ഭക്ഷണം കഴിച്ചാലും പറയും അൽഹംദുലില്ലാഹ്. അത് അള്ളാഹുവിനുള്ളൊരു ശുക്രാണല്ലോ. അള്ളാഹുവിനുള്ള ശുക്രിന്റെ ഒരു വാചകമല്ലേ അൽഹംദുലില്ലാഹ്. വലിയ നന്ദി ബോധമാണത്. എനിക്ക് വസ്ത്രം ധരിക്കാനുള്ള കഴിവ് തന്നത് റബ്ബേ നീയാണ്, നിനക്കാണ് സർവസ്തുതിയും. ഞാൻ എപ്പ വെള്ളം കുടിക്കുമ്പോഴും കഴിവ് തരുന്നത് നീയല്ലേ അല്ലാഹ്. ഈ
ഒരു സുഖം അനുഭവിച്ചിട്ടും നിന്നെ ഞാൻ മറക്കുന്നില്ല. അൽഹംദുലില്ലാഹ്. മറ്റൊന്ന് മസ്ജിദുൻ നബവി, മസ്ജിദുൽ മദീന, എന്നൊരു പള്ളി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട് തുനിസിന പള്ളിയിൽ. നീയാണ്. അൽഹംദുലില്ലാഹ്. ബിരിയാണി പോലത്തെ പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ അൽഹംദുലില്ലാഹ് പറയും. അത് പിറ്റേന്നും ബിരിയാണി ഇട്ടാണ് അൽഹംദുലില്ലാഹ്. അതല്ല പറഞ്ഞത്. ഏത് ഭക്ഷണം കഴിച്ചാലും പറയും അൽഹംദുലില്ലാഹ്. ആ ഹംദിന്റെ എണ്ണൊന്ന് കൂട്ടി നോക്കൂ. എത്ര വർഷം? 1275 കൊല്ലത്തെ ഹംദ് എത്ര ഉണ്ടാവും? എത്ര ഹംദുണ്ടാവും സഹോദരങ്ങളെ? അത് ഒരു ദിവസത്തിൽ തന്നെ എത്ര ഹംദുണ്ടാകും? ഉസ്താദേ, നമ്മൾ നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാഹ് ചൊല്ലുന്നില്ലേ? ആര് ചൊല്ലുന്നുണ്ട്? നിസ്കാരത്തിന് ശേഷം ദിക്ർ ചൊല്ലുന്നവർ കുറവല്ലേ? കുറവാണ് അല്ലേ? കുറവാണ്. നിങ്ങളൊരു മാരി നിസ്കാരത്തിന് പള്ളിയിൽ കൂടി നോക്കി ദിക്ർ എല്ലാം എത്ര ആളുണ്ടാവും? ദിക്ർ തന്നെ ചൊല്ലുന്ന സമയത്ത് ചൊല്ലേണ്ടതുപോലെ ചൊല്ലുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും? കുറെ ആൾക്കാർ ഇത് അങ്ങനെ ചൊല്ലും. എളുപ്പത്തിന് വേണ്ടി എങ്ങനെ ചൊല്ലും? എങ്ങനെ സുബ്ഹാനല്ലാഹ് ഖത്തീബ് ഒന്ന് തംബീഹിന് വേണ്ടി ഉണർത്താൻ വേണ്ടി പറയുമ്പേ നമ്മുടെ ദിക്റാണ്. ചുണ്ട് കാണുന്നില്ലേ? ഇയാള് എണ്ണാണ് 33 എന്നുള്ള കണക്ക്. 33 ആ മറ്റാൾ അൽഹംദുലില്ലാഹ്. എന്താ ഇയാൾ അൽഹംദുലില്ലാഹ് പറയട്ടെ? വേഗം പറയട്ടെ. ഒരു 33 എണ്ണണ്ടേ? എണ്ണല ദിക്ർ ചൊല്ലണ്ടേ? എണ്ണ മാത്രം കിട്ടുമോ? എന്നാ എപ്പോഴും എണ്ണിക്കോളി. ഇപ്പോഴൊക്കെ എണ്ണിക്കോളി. ഇതിനെ വെറുതെ അല്ലെ, എണ്ണിയാ മാത്രം കിട്ടുമെങ്കിൽ എപ്പോഴും എണ്ണാലും നമുക്ക് അല്ലേ? ഒരു സുഖല്ലേ? നമുക്ക് അല്ലെങ്കിൽ തന്നെ പ്രാക്ടീസ് അല്ലേ? ഇങ്ങനെ എണ്ണീരും വരച്ചിട്ടൊക്കെ ഇങ്ങനെ എണ്ണാലും എപ്പോഴും എണ്ണാലും എണ്ണിയതുകൊണ്ട് മാത്രം കിട്ടുകയാണെങ്കിൽ അവനെ ചൊല്ലണ്ടല്ലോ അല്ലേ? ഇനി ചൊല്ലിയാ തന്നെ എങ്ങനെ ചൊല്ലും? എങ്ങനെയല്ലും കുറെ ആൾക്കാർ ആദ്യം ഒന്ന് സുബ് പറയും, പിന്നെ ഈ സുബു ചില ആൾക്കാർക്ക് പേര് ഷോർട്ടാക്കി വിളിക്കും സുബു എന്ന്. അങ്ങനെ ദിക്റുണ്ടോ? സുബു അൽഹംദുലില്ലാഹ് പറയുമ്പോ എങ്ങനെ ഒരാൾക്ക് മാത്രം അങ്ങനെ ദിക്റുണ്ടോ? ദിക്റായി ചൊല്ലുമ്പോ എങ്ങനെ ചൊല്ലണം? അൽഹംദുലില്ലാഹ് കൂട്ടി ചൊല്ലുമ്പോ അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അത് നേരം കുറെ ആകൂലേ? ആയുസ് തന്നെ കുറവല്ലേ മോനെ ഉള്ളൂ? ഉള്ള ആയുസിൽ തന്നെ മട്ടത്തിനൊന്ന് ചൊല്ലിക്കൂടെ? ചൊല്ലുന്നത് 33 ആണെങ്കിൽ അതൊന്ന് റാഹത്തോടെ ചൊല്ലിക്കൂടെ? സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി 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 സുബ്ഹാനല്ലാഹ്. അവസാനം ഹായില്ലേ? സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ സുബു പറയുമ്പോൾ അള്ളന്നല്ല പിന്നെ ഉണ്ടാകുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. അശ്രദ്ധയിൽ ഇങ്ങനെ ചൊല്ലിപ്പോയിട്ടൊന്നൊരു കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞ ഹംദ് ചൊല്ലല്ല. ഞാൻ പറഞ്ഞ ഈ അർത്ഥത്തിലാ. നമ്മൾ ചൊല്ലുന്ന ഹംദ് ആകണ്ടേ സഹോദരങ്ങളെ? കുറച്ചെങ്കിലും ആകണ്ടേ? ആ ഒരു 33 5 വക്ത് ശേഷവും കിട്ടുകയാണെങ്കിൽ എത്ര ഹംദായി അല്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദിക്റായില്ലേ? ഒരു നിസ്കാരത്തിന്റെ ശേഷം തന്നെ 110 ദിക്ർ. അപ്പൊ 5 നിസ്കാരത്തിന് ശേഷം കൂട്ടി നോക്കുമ്പോ 550 ദിക്റായി. അതൊരു കനപ്പെട്ട സ്വത്തല്ലേ? ചെറുതൊന്നുമല്ലത്, വലിയൊരു മുതലാണ്, സമ്പാദ്യമാണ്. നഷ്ടപ്പെടുത്താതെ ചൊല്ലുന്ന ആളുകൾക്ക് ആഖിറത്തിലേക്ക് വലിയൊരു സമ്പാദ്യമാണ്. ആ ഒരു നിലയ്ക്ക് അള്ളാഹുവിനെ നല്ല ഓർമ്മയുള്ള മനുഷ്യനാണെങ്കിൽ അവനെത്ര പ്രതിസന്ധിയിൽപ്പെട്ടാലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് നല്ല ഐശ്വര്യം നൽകും, നല്ല കെൽപ്പ് നൽകും. അള്ളാഹുവിനോടുള്ള കണക്ഷൻ നമ്മൾ വിടരുത്. റബ്ബിനോടുള്ള ബന്ധം നമ്മൾ ഒഴിവാക്കരുത്. എപ്പോഴും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും അള്ളാഹുവിനോട് കടപ്പെട്ടതാണ്. കാരണം ഈ ബോഡി നമുക്ക് എന്ന് പറയുന്നത് ഒരു വാടകയാണ്. ഇതിന്റെ ഉടമസ്ഥൻ, ഇതിന്റെ ഖാലിഖ് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. എന്റെ ശരീരം എന്റെ കഴിവ് കൊണ്ട് വളർന്നതല്ല, ഞാൻ ഉദ്ദേശിച്ചിട്ട് വികസിച്ചതല്ല. മാറ്റങ്ങൾ എന്റെ സംഭാവനയല്ല. എല്ലാം തന്നവനും വളർത്തിയവനും വികസിച്ചവനും ഖാലിഖായ റബ്ബാണ്.
എനിക്ക് ഈ ബോഡിയിൽ കാര്യമായി ഒരവകാശവുമില്ല. ഉണ്ട് എന്നാണോ പറയുന്നത്? അള്ളാഹുവിന് പുറമെ അള്ളാനെ കൂടാതെ ഒരു സ്വന്തം കഴിവുണ്ട് എന്നാണോ പറയുന്നത്? അള്ളാഹു വെല്ലുവിളിക്കുന്നുണ്ട് നമ്മളെ സഹോദരങ്ങളെ. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളൊന്നും അള്ളാന്റെ കീഴിൽ ജീവിക്കുന്നവരല്ല, സ്വന്തമായിട്ട് കഴിവും ശേഷിയും കൊണ്ട് ജീവിക്കുന്നവരാണെങ്കിൽ അപ്പുറപ്പെടുന്ന റൂഹിനെ ഒന്ന് മടക്കി വിളിക്കുമോ? ഒന്ന് മടക്കി തരാൻ പറയുമോ? അതിന് വല്ല ഉപകരണങ്ങളും ഉപയോഗിക്കുമോ? വല്ല മാധ്യമങ്ങളെയും കൂട്ടുപിടിക്കുമോ? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുമ്പോ എല്ലാവരും കണ്ണും തുറിച്ചു നോക്കുന്നില്ലേ? അല്പമെങ്കിലും ഒരു കൊല്ലം കൂടി കിട്ടിയെങ്കിലെന്ന് വിചാരിച്ച് അള്ളാഹു പറയുന്നു, വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് നിങ്ങളെക്കാളും വലിയ ബന്ധവും അടുപ്പവും നമുക്കാണ്. ആരുടെയും കീഴിലല്ല നിങ്ങളെ ജീവിതം എന്ന മോഹമുണ്ടെങ്കിൽ, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പിരിയുന്ന റൂഹൊന്ന് മടക്കി തരൂ സഹോദരാ. തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളെ വാദത്തിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഈ പോകുന്ന റൂഹിനെ ഒരാഴ്ച കൂടി നിൽക്കട്ടെ, ഒരു മാസം കൂടി നിൽക്കട്ടെ, ഒരു വർഷം കൂടി നിൽക്കട്ടെ, ഒന്ന് മടക്കുമോ? അള്ളാഹു ചോദിക്കുകയാണ്. പലരും റിപ്പോർട്ട് വായിക്കാറില്ലേ? ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താനായില്ല. ആർക്ക് കഴിയും സഹോദരങ്ങളെ ജീവൻ രക്ഷപ്പെടുത്താൻ? ആർക്കും കഴിയൂല. കാരണം ജീവൻ തന്നവനാരാണ്? അല്ലാഹുവല്ലേ. അല്ലാഹുവിനല്ലേ അതിന്റെ നിയന്ത്രണമുള്ളത്, അവനല്ലേ അതിന്റെ കൈകാര്യകർത്തൃത്വമുള്ളത്. നമുക്കാർക്കും അല്ലാതൊരു ചാൻസ് തന്നിട്ടില്ലല്ലോ, നമുക്കാർക്കും അല്ലാഹുവിന് വകുപ്പ് തന്നിട്ടില്ലല്ലോ. ദുനിയാവിൽ കുറെ കാലം ജീവിക്കണോ, അതല്ല ഇപ്പോൾ തന്നെ പിരിയണോ എന്ന നിലക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹ് ഖിയാർ നൽകിയിരുന്നു. നമുക്കങ്ങനെ ഖിയാറുണ്ടോ? നമ്മളോട് വന്നാരെങ്കിലും ചോദിക്കുമോ നാളെ പോകണോ, അടുത്ത കൊല്ലം പോകണോ, പിറ്റത്തെ കൊല്ലം പോകണോ? അങ്ങനെ ഒരു ചോദ്യമുണ്ടോ? ഇല്ലേ, ഇല്ല. സമയമാകുമ്പോ പിടിക്കപ്പെട്ടു പോയി. പിന്നെ നമ്മളൊന്നിനും കഴിയാത്തവരായി കൈമലർത്തി കിടന്നുപോയി. ഇന്നലെ വരെ വെല്ലുവിളിച്ചവനും, ഇന്നലെ വരെ വീമ്പ് പറഞ്ഞവനും, ഇന്നലെ വരെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാതെ നടന്നവരും ഒരുപോലെ കിടന്നുപോയി. മുതലാളി കിടക്കുന്നതും തൊഴിലാളി കിടക്കുന്നതും ഭരണകർത്താവ് കിടക്കുന്നതും പ്രജ കിടക്കുന്നതും ഒരേ രൂപത്തിലാ. എല്ലാവരും കൈമലർത്തിയ, ആരും ഒന്നു കൊണ്ടുപോകുന്നില്ല. സമ്പാദ്യ മുതലിൽ നിന്ന് 3 കഫംപുടയല്ലാതെ ഒന്നും കൊണ്ടുപോകുന്നില്ല. പോകുന്ന സമയത്തും അല്ലാഹുവിനോട് നിനക്ക് ബന്ധമുണ്ടോ? ആ ബന്ധത്തിന് ഏറ്റവും വലിയ കാരണമായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധമുണ്ടോ? എന്നാൽ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടം തന്നെ. അള്ളാഹുവിനോട് കൂടുതൽ ശുക്ർ ചെയ്യണം. അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് വലുതാണ്, ചെറുതല്ല. ചെറുതാ നമുക്ക് അള്ളാഹു തആല തന്ന വലുതാ, ചെറുതാ? ചെറുതായി തോന്നുന്നുണ്ടല്ലേ? നമ്മളെ ഉപ്പാപ്പന്മാരൊക്കെ നമ്മൾ കണ്ട സൗകര്യങ്ങൾ കണ്ടോ? ഉപയോഗിച്ചോ? സ്വപ്നത്തിൽ പോലും പലരും കണ്ടിട്ടുണ്ടാവില്ല, അല്ലേ? നമ്മളെ ഉപ്പാപ്പന്മാര് പൂർവികരായ ആളുകളൊക്കെ നല്ല AC ഫിറ്റ് ചെയ്ത പള്ളിയിൽ ഇരുന്നാണോ ഇത്തിക്കാഫിരുന്ന്? ആണോ നിസ്കരിച്ചിരുന്നത്? ഖുർആൻ ഓതിയിരുന്നത്? അത്തരത്തിലുള്ള റൂമിലാണോ അവർ കിടന്നുറങ്ങിയിരുന്നത്? നമുക്ക് എത്ര വലിയ നിഅമത്താ അല്ലാഹു തന്നത്! എത്ര കോടിക്കണക്കിന് അനുഗ്രഹങ്ങളാ അല്ലാഹു തന്നത്!
പക്ഷെ ഇപ്പോഴും എൻ്റെ നിങ്ങളെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയാം. നിങ്ങളെ മനസ്സിൽ എനിക്കറിയില്ല. നമ്മളൊക്കെ മനസ്സിൽ എന്താ ഉള്ള പോരാ 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 ആയിട്ടില്ല, ഇനി എത്ര കിട്ടാണ്ട്, നാളെ ഖജനാ വിശാലിലൊക്കെ പോന്നോട്ടെ. തന്നതിന് മാത്രം വല്ലതുണ്ടോ? അല്ല ശുക്രു, എത്ര ശുക്ർ. ഇന്നലെ ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞില്ലേ, ഇതുവരെ ജീവിച്ചതിനൊക്കെ കൊടുത്തല്ലേ അൽഹംദുലില്ലാ. മതിയോ? മതിയാ സഹോദര. പറഞ്ഞ അൽഹംദുലില്ലക്ക് വേറെ ഹംദ് പിന്നെ പറയണ്ടേ? ഈ അൽഹംദുലില്ലാ എല്ലാം തൗഫീഖ് എന്ന അല്ലാഹു അല്ലേ? ആ തൗഫീഖിന് വേറെ പറയണ്ടേ അൽഹംദുലില്ലാ? അങ്ങനെ കൂട്ടി നോക്കുമ്പോ ഹംദ് തീരുമോ? നിഅമത്ത് തീരുമോ? നിഅമത്ത് ഒരുപാട് ബാക്കിയുണ്ട്. ശുക്ർ പിന്നെയും പോരായ്മയുണ്ട്. അല്ലാഹുവിനോട് നല്ല ബന്ധം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയാൽ വലിയ രക്ഷയാണ്. അതല്ലേ സഹോദരങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതിനേക്കാളും വലിയൊരു പ്രതീക്ഷ നമുക്കില്ല. അല്ലാഹു തരുന്ന മഗ്ഫിറത്താണ് ഏറ്റവും വലിയ മഗ്ഫിറത്ത്. റബ്ബ് തരുന്ന റഹ്മത്താണ് ഏറ്റവും വലിയ റഹ്മത്ത്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് നൽകാനുള്ളത് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരും. പക്ഷേ അല്ലാഹുവിനോട് നല്ല ബന്ധം കൂടുതലാക്കണം. നല്ല സുഹൃതങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ദിനരാത്രങ്ങളാ വരുന്നത്, മാസങ്ങളാ കടന്നു വരുന്നത്. മനസ്സ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കണം. പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിലാകണം. വാക്കുകളും ചെയ്തികളും ആ രൂപത്തിൽ നിയന്ത്രിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ മഹാനുഭാവനല്ലേ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്. വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ശിക്ഷണത്തിൽ തർബിയത്തിൽ വളരാൻ കഴിഞ്ഞ മഹാനാണ്. ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ മാതാക്കളിൽപ്പെട്ടൊരു മാതാവല്ലേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ. അവരുടെ തർബിയത്തിലായി കുട്ടിക്കാലത്ത് വളരാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ്. സ്വഹാബി അല്ലെങ്കിലും താബിഈയാണ്. ഒരുപാട് സ്വഹാബിമാരെ കണ്ട് ജീവിച്ച മഹാനാണ്. ആ ഹസനുൽ ബസരി തങ്ങളെ സമീപത്ത് വന്ന് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ തൗബ ചെയ്തപ്പോൾ ഹസനുൽ ബസരി തങ്ങൾ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്ത് ഉപദേശം കൊടുത്ത് മടക്കി വിട്ടു. പിന്നെ നാട്ടിൽ തിരിച്ചുപോയി. പിന്നെയും പഴയതുപോലെയായി. ഹസനുൽ ബസരി തങ്ങൾ അടുത്തേക്ക് ആ മനുഷ്യൻ മടങ്ങി വന്നത് ഓരോ തെറ്റിൽ നിന്നും തൗബക്ക് വേണ്ടി വന്നത് 70 പ്രാവശ്യമാണ്. ഒരു പ്രാവശ്യം തൗബ ചെയ്യും, പിന്നെയും പോവും, പിന്നെയും തെറ്റ് ചെയ്യും. അങ്ങനെ 10-20 പ്രാവശ്യം ഹസനുൽ ബസരി തങ്ങൾ അടുത്ത് വന്ന് എനിക്ക് തൗബ വേണം, സംഭവിച്ചു പോയി, ദുആ ചെയ്യണം, എനിക്ക് അല്ലാഹ് തൗബ തരണം എന്ന പ്രതീക്ഷയോടെ തൗബ ചെയ്തിട്ട് തിരിച്ചു പോകുന്ന മനുഷ്യൻ വയസ്സിന്റെ അവസാന ഘട്ടമെത്തിയപ്പോ മരണം മുന്നിൽ കാണുമ്പോ അടുത്ത് നിൽക്കുന്ന ഉമ്മാനോട് പറയുന്നു, ഉമ്മാ, ഞാൻ എപ്പോഴും പോകാറുള്ള ഹസനുൽ ബസരി തങ്ങളെന്ന് പറയുന്ന വലിയ പണ്ഡിതനില്ലയോ, എന്നെ കൈപിടിച്ചിട്ട് ആ പണ്ഡിതന്റെ സവിധത്തിലൊന്ന് കൊണ്ടുപോയാൽ ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. എനിക്കിനി ജീവിതം ദുനിയാവിലില്ലാന്ന് എനിക്ക് തിരിയുന്നുണ്ട്. എനിക്കൊന്നല്ല തൗബ. നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ. അതേ, തൗബ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അത് കെട്ടയിക്കുന്ന, അത് പൊളിക്കുന്ന ഒരു മനുഷ്യന്റെ തൗബ എനിക്ക് ആവശ്യമില്ല. കരഞ്ഞുകൊണ്ട് ഉമ്മ ഇറങ്ങിപ്പോരുകയാ. 70 തവണ. നിങ്ങൾ നോക്ക്, നമ്മുടെ ഒക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെയല്ലേ? ഇന്നൊന്ന് ദുആ ചെയ്ത് നന്നാകും, നാളെയാകുമ്പോഴേക്ക് പിന്നെയും അവസ്ഥ മാറും, പിന്നെയും നന്നാകും തോന്നും. നിർത്തട്ടെ അല്ലാ, നന്നാകട്ടെ അല്ലാ, ഇനി മേലാലില്ലാന്നൊക്കെ തോന്നും. നേരെ പിറ്റേന്ന് വേറെ വിഷയം കിട്ടുമ്പോ പിന്നെയും മാറിപ്പോകും. അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ, നല്ലവരിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഉമ്മാനോട് പറയുന്നു, നിങ്ങൾ പോയിക്കോളൂ. തൗബ അങ്ങനെ ചെയ്ത് പൊളിക്കുന്ന ഒരു മനുഷ്യന്റെ തൗബ എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ ആ മനുഷ്യനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. കരഞ്ഞുകൊണ്ട് ഉമ്മ പടിയിറങ്ങുന്നു.
എന്നിട്ട് പറയുന്നു അബ്ബാസേ ഇന്ന ശൈഖ ഖദ് അബാ അൻ യഅതിയക ലിഖുബിഹി അഫ്ആലിക. ഒരുപാട് തൗബ ചെയ്തിട്ട് പിന്നെയും പിന്നെയും അത് പൊളിച്ചതുകൊണ്ട് ആ വലിയ പണ്ഡിതനായ ഹസനുൽ ബസരി തങ്ങളില്ലേ, നിങ്ങളെ തൗബ നിങ്ങളങ്ങോട്ട് കൊണ്ടുവരാൻ വിസമ്മതിച്ചിട്ടുണ്ട്. നിങ്ങളെയും കൊണ്ട് ചെല്ലണ്ടാന്നാ പറഞ്ഞത്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരണ്ടാന്നാ പറഞ്ഞത്. ആ സമയത്ത് അബ്ബാസ് പറയുന്നു ഇലാഹി വസയ്യിദി വമൗലായ, ആര് കണക്ഷൻ മുറിച്ചാലും റബ്ബേ നീ എന്റെ കണക്ഷൻ മുറിക്കൂലല്ലോ, എന്നെ രക്ഷപ്പെടുത്താ നിനക്കല്ലേ അല്ലാഹ് കഴിയൂ. എന്റെ ജീവിതത്തിന്റെ അവസാനമാ ഹസനുൽ ബസരി തങ്ങൾ എന്റെ പ്രതീക്ഷ മുറിച്ചു കളഞ്ഞു. അല്ലാഹ് നീ എന്റെ പ്രതീക്ഷയും എന്റെ ആഗ്രഹവും മുറിക്കല്ലേ റബ്ബേ. ഇതും പറഞ്ഞിട്ട് അബ്ബാസ് എന്ന് പറയുന്ന ആ സഹോദരൻ ഈ ലോകത്തോട് വിടവാങ്ങിപ്പോയി. മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഉമ്മാനെ വിളിച്ചു പറഞ്ഞു, ഉമ്മാ ഇദാ അന മിത്തു ഫളഈരി ജിലക അലാ വജ്ഹി. എനിക്ക് അവസാനം ഒരു മാർഗം തോന്നുന്നത്, ഞാൻ മരിച്ചാൽ നിങ്ങളെ കാലെടുത്ത് എന്റെ മുഖത്തൊന്ന് വെക്കണേ ഉമ്മാ. നിങ്ങളുടെ കാൽപാദത്തിന്റെ കീഴിലല്ലേ അല്ലാഹു എനിക്ക് സ്വർഗം സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങളെ കാലെടുത്ത് എന്റെ മുഖത്തൊന്ന് വെക്കണം. എന്നിട്ട് വളഈ ഫീ റഖബതി ഹബ്ലാ, എന്റെ പെരടിയിൽ നിങ്ങളൊരു കയറ് കെട്ടി ബന്ധിപ്പിക്കണം. എന്നിട്ട് അങ്ങാടിയിലൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് ഉമ്മ നിങ്ങൾ പറയണം, ഹാദാ ജസാഉ മൻ അസല്ലാഹ്, അല്ലാഹുവിനെ എതിര് ചെയ്തവർക്കുള്ള പ്രതിഫലമാണിത് എന്ന് വിളിച്ചു പറയണേ ഉമ്മ. അതെങ്കിലും അല്ലാഹ് കാണുമ്പോ അവനെനിക്ക് റഹ്മത്ത് ചെയ്യുമല്ലോ. അബ്ബാസ് എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടപ്പോൾ സ്വന്തം മകന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മ കാലെടുത്ത് മുഖത്ത് വെക്കാൻ നോക്കുമ്പോ ഉമ്മ കേൾക്കുന്ന ശരീരം എന്താണെന്നറിയോ? ലാ തളഈ ഖദമക മൗളി അസ്സുജൂദ്. ഓ അബ്ബാസ് എന്നവരുടെ മാതാവേ, നിങ്ങളെ മകൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളാണെങ്കിലും എനിക്ക് വേണ്ടി നെറ്റിവെച്ച ഒരു അവയവം, ഒരു മുഖമാണല്ലോ. ആ മുഖം എന്റെ സുജൂദിന് വേണ്ടി, എനിക്ക് വേണ്ടി സുജൂദിലായി വെച്ച മുഖമല്ലേ ആ മുഖം. സുജൂദിന്റെ അവയവമാകുന്ന മുഖത്ത് കാല് വെക്കല്ലേ ഉമ്മ. എനിക്ക് വേണ്ടി നന്ദി ചെയ്തിട്ട് നിസ്കരിച്ച് സുജൂദ് ചെയ്ത വ്യക്തിയല്ലേ അബ്ബാസ്. തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അതുകൊണ്ട് വഅലമി അന്നല്ലാഹ സുബ്ഹാനഹു വതആല ഖദ് ഗഫറ ലഹു വഅതഖഹു മിനന്നാർ. സുജൂദ് ചെയ്ത് നിസ്കരിച്ച മനുഷ്യനായതുകൊണ്ട് റബ്ബ് തആല പുറത്തിരിക്കുന്നു, മാപ്പ് ചെയ്തിരിക്കുന്നു. സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിസ്കാരം നിർവഹിച്ച് മറവ് ചെയ്യാൻ പറയൂ. ആ ഒരു അശരീരി കേട്ടപ്പോ ഉമ്മ വല്ലാതെ സന്തോഷിച്ചു പോയി. എന്റെ മകനല്ല പുറത്തു കൊടുത്തല്ലോ, എന്റെ മകനല്ല തൗബ സ്വീകരിച്ചല്ലോ. കാലൊന്ന് പൊക്കിയിട്ട് മുഖത്ത് വെക്കാൻ നോക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം സുജൂദ് ചെയ്ത അവയവമാണ്, അതിന് ബഹുമാനമുണ്ട്. ആ ശുക്ർ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. സുജൂദ് എന്ന് പറയുന്ന ശുക്ർ, നിസ്കാരം എന്ന് പറയുന്ന ശുക്ർ, അല്ലാഹുവിനോടുള്ള വലിയ ബന്ധം അതാകണം. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. തൗബയിൽ എന്ന് പറഞ്ഞ് മടക്കിയ ഹസനുൽ ബസരി തങ്ങൾ അന്ന് രാത്രി ഈ ചെറുപ്പക്കാരനെ സ്വപ്നത്തിൽ കണ്ടു. ഹസനുൽ ബസരി തങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലാഹു എന്റെ തൗബ സ്വീകരിച്ചു,
എന്നെ അല്ലാഹു തആല മോചിപ്പിച്ചു, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. അല്ലാഹു എനിക്ക് വലിയ മഗ്ഫിറത്ത് നൽകി. ഹസനുൽ ബസരി തങ്ങൾ, നിങ്ങൾക്ക് അല്ലാഹു ഇനിയും ഇനിയും ജസാ തരട്ടെ എന്ന് സ്വപ്നത്തിൽ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, അല്ലാഹുവിനോടുള്ള കണക്ഷൻ, ശുക്ർ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട അമലായി മാറി. നമ്മുടെ സ്വഭാവങ്ങളിൽ അല്ലാഹുവിനോടുള്ള ഇടപാടുകൾ, കാര്യങ്ങൾ പടച്ച റബ്ബിലേക്ക് മനസ്സ് തിരിക്കണം, അല്ലാഹുവിലേക്ക് ശുക്ർ ചെയ്യണം, ജീവിതത്തിൽ അതിനുവേണ്ടി അധ്വാനിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ.